പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ഫാമിലിയെക്കുറിച്ചുള്ള, കുടുംബത്തെക്കുറിച്ചുള്ള വേദപുസ്തകപരമായ അണ്ടർസ്റ്റാൻഡിങ്, ദി ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഫാമിലി, ആ ഒരു വിഷയത്തിലേക്ക് മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. വിശാലമായി മറ്റ് കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒത്തിരി പുസ്തകങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വേദപുസ്തകം എന്താണ് ഫാമിലിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അത് പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ വാസ്തവത്തിലൂടെ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെക്യുലറായിട്ട് ഈ കാര്യങ്ങളെ പഠിക്കാനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഈ ഒരു ബൈബിൾ ബേസ്ഡ് ആയിട്ട് ഫാമിലിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ ഏകദേശം ഒരു 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലി സെമിനാർസ് എടുക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് തന്നൊരു ബേർഡനാണ്. ഞങ്ങൾ 10th വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് എൻ്റെ വൈഫോടെ വന്നിട്ടുണ്ട്. 10th വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നമുക്ക് തന്നല്ലോ കർത്താവ്, അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിൽ അതേപോലുള്ളൊരു ബ്ലെസ്സഡ്നെസ് അനുഭവിക്കാൻ കഴിയാത്ത ഒത്തിരി ഫാമിലീസ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ അങ്ങ് അമേരിക്കയിലൊക്കെ നടക്കും, നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിലും ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ബ്രോക്കണായിട്ട് പോകുന്ന ഒരു വലിയൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ വന്ന് എന്താണ് വിശ്വാസികളുടെ ഇടയ്ക്കും ഫാമിലി ബ്രേക്കപ്സ് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ദൈവികമായ അടിത്തറ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഫാമിലി സെമിനാറിന് വേണ്ടി കർത്താവ് എനിക്കൊരു വലിയൊരു ബേർഡൻ തന്നത്. വാസ്തവത്തിൽ ഞാൻ വളരെ കുറച്ച് സമയം മാത്രം കേരളത്തിലുള്ള ആളാണ്. നോർമലി കേരളത്തിലൊരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ അതിനത്ര ഇൻട്രസ്റ്റ് എടുക്കാറില്ല. പക്ഷേ ഇതൊരു ഫാമിലി സെമിനാർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ, അത് നല്ല കാര്യമാണ് എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടുകൂടെയാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ വരാനായിട്ട് കൂടുതൽ താല്പര്യം കാണിച്ചത്. എന്തുകൊണ്ടാണ് ഫാമിലി ബ്രേക്കപ്സ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിശ്വാസി ആയതുകൊണ്ട് മാത്രം അവരുടെ കുടുംബം വേദപുസ്തക അടിസ്ഥാനത്തിലോ ദൈവകേന്ദ്രീകൃതമോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട്, നമ്മൾ സഭയിൽ പോകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്നത്, എ ക്രിസ്ത്യൻ ഇസ് എ പേഴ്സൺ ഹു ഹാസ് ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു ഉള്ളിലുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ കൈപൊക്കി എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറയുന്നതല്ലേ ഉദ്ദേശിച്ചത്. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യൻ. പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും ഉള്ളത് ക്രിസ്ത്യൻസ് അല്ല, ചർച്ചിയൻസ് ആണ്. കാര്യം ചേർച്ചാണ്, അല്ലെങ്കിൽ ചർച്ച എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ദൈവസഭയുടെ ആ മാർമികമായ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നോർമലി വാട്ട് ഹാപ്പൻസ്, വി ആർ ഹാപ്പി ബിക്കോസ് വി ഗോ ടു എ ചർച്ച്. നമ്മളൊരു സഭയിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തനാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പല സമയത്തും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കത്തില്ലെന്നല്ല, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് വിശ്വാസികളുടെ വിവാഹങ്ങളിലെല്ലാം ആശംസാഗീതമായിട്ട് നമ്മൾ പാടുന്ന സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം. അവിടെ പറയുന്ന 1-ാമത്തെ വാക്ക് യഹോവ ഭവനം, വീടെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ കുറച്ചൊരു കറക്റ്റായിട്ടുള്ള വാക്ക് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അവിടെ ഭവനം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കെട്ടിടമാണ്. ഒരു കെട്ടിടം പണിയാൻ നമുക്ക് സിമെൻറ്റും ബ്രിക്സും ഒക്കെ മതി. പക്ഷെ ഒരു ഭവനം എന്ന് പറയുന്നത് ആളുകളെ കൊണ്ടാണ് പണിയുന്നത്. ആ ഭവനം പണിയുന്നത് യഹോവയാണെങ്കിൽ അവരുടെ അധ്വാനം വൃഥാവിലല്ല. എന്നാൽ യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ അവർ പണിയുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടെ കർത്താവിന് കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ കാണും. ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വിവാഹബന്ധത്തിൽ പ്രവേശിച്ച ആളുകൾ കാണും. ദാറ്റ്സ് ഗുഡ്. എന്നാൽ ഭവനത്തിൻ്റെ പ്രത്യേകത അത് സിമെൻറ്റും ബ്രിക്സും വെച്ചല്ല പണിയുന്നത്. അതായത് നിങ്ങൾ ഫിക്സ് ആയിട്ടിരുന്നേനെ. ഈ കെട്ടിടം പണിത മേസ്ത്രി ആരാ, ഈ കെട്ടിടം പണിത എഞ്ചിനീയർ ആരാ നമുക്ക് അറിയത്തോലുമില്ല. അയാൾ എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്നൊന്നുമില്ല. താമസിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു? സിമെൻറ്റും ബ്രിക്സും ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. പക്ഷേ ഭവനം എന്ന് പറയുന്നതല്ല. അവിടെ ആളുകൾ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലനം ഉണ്ടാകും.
അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിമുട്ടലുണ്ടാകും. അതുകൊണ്ട് ഭവനം പണിയാൻ ഒരിക്കൽ ദൈവം വന്നാൽ പോരാ, ഭവനം പണിയാൻ എന്നും ദൈവം വേണം. അങ്ങനെ ഭവനം പണിയാനായിട്ട് ദൈവത്തെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ ആ ഭവനം ഒരിക്കലും തകർന്നു പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭവനം പണിത മേസ്ത്രി ആരാണ്? ആ ദൈവത്തെ നമ്മൾ കൂടെ കൊണ്ട് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് unless the Lord builds the house, those who build it, they build it in vain. അവരത് അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ പണിയുന്നത് വൃഥാവിലായി പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. ദൈവം ഭവനം പണിയാനായിട്ട്, നമ്മുടെ വീട് പണിയാനായിട്ട് കോൺസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ ഭവനം പണിയാൻ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചിന്ത ഈ ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ളൊരു സെമിനാറാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒരു ഫാമിലി സെമിനാർ വരാൻ പറയും, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സെമിനാർ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചിന്ത. എന്നാൽ ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ കുടുംബം തകർന്നവർക്ക് വേണ്ടി ഒരു സെമിനാർ നടത്തേണ്ട കാര്യമില്ല. അവർക്ക് നമ്മൾ ഈ കോഷൻ ബോർഡ്സ് ഉണ്ടല്ലോ, മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് മുമ്പാണ്. നിങ്ങൾ സൂക്ഷിക്കണം, അപകടമുണ്ട് എന്നുള്ള ബോർഡ്, അപകടം അല്ലെങ്കിൽ ആ വളവ് കഴിഞ്ഞിട്ട് പിന്നെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരർത്ഥമില്ല. അപ്പോൾ ആദ്യം തന്നെയാണ് ഇത് വെക്കേണ്ടത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി സെമിനാർ. ഒരു കോഷൻ ബോർഡ് എന്ന നിലയിൽ നമ്മൾ കാണണം. വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട് ആ വണ്ടി ഇടിച്ച് കിടക്കുന്നിടത്ത് കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചിട്ട് എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. വണ്ടി ഇടിച്ച് കഴിഞ്ഞില്ലേ? അപ്പോൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടോ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയുള്ളൂ മാർഗം, അല്ലാതെ അവിടെ പിന്നെ സെമിനാർ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ സെമിനാർ നമ്മൾ നടത്തുന്നത് തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല, കുടുംബം തകരാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് പോകുന്ന കുടുംബങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ആരും തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സെമിനാർ ആയതുകൊണ്ട് വരാതിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു സെമിനാറല്ല ഇത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നവും ഇല്ലെന്നൊക്കെ പറയുന്നത് എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിലും നമ്മൾ മിക്കപ്പോഴും ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരനൊരു പ്രാവശ്യം എൻ്റെ ബൈക്കും കൊണ്ട് പോയി, ഇപ്പോഴല്ല ഒത്തിരി വർഷം മുമ്പാണ്, 10 വർഷം മുമ്പാണ്. എന്നിട്ട് മുഖമെല്ലാം കൂടെ ചോരയെല്ലാം ഒലിച്ച്, കയ്യുമെല്ലാം കീറി, ദേഹമെല്ലാം തകർന്ന്, വീട്ടിലോട്ട് ഏതായാലും ഒടിവൊന്നും ഉണ്ടായില്ല, പക്ഷെ മുഖത്തൊന്നെല്ലാം ചോര ഇങ്ങനെ കുടുകൂടെ ചാടുകയാണ്. നേരെ വീട്ടിൽ കയറി ചെന്ന അവൻ്റെ അമ്മ ഭയങ്കര കരഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അമ്മയോട് ചൂടാകുക, എന്തോ അതള്ള നിങ്ങൾ കിടന്ന് കരയുന്നത്, നിങ്ങളുടെ കരച്ചിൽ കണ്ടാൽ എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ, നിങ്ങളുടെ കരച്ചിൽ കണ്ടാൽ എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ്, എല്ലാം പറ്റിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്ന നിലയിലാണ് നമ്മൾ പല സമയത്തും ഇടപെടുന്നത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, വിവാഹിതരായ വിശ്വാസികൾക്ക്, വിവാഹിതരല്ലാത്തവർക്കും, വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സെമിനാറാണ്. തകർന്നവർക്ക് വേണ്ടിയല്ല, അതിന് മുമ്പുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. പക്ഷേ എന്തുകൊണ്ടിത് ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് മറ്റൊരിടത്തും സംഭവിക്കാത്തതുപോലെ പ്രീ എക്സ്പീരിയൻസ് ഇല്ലാതെ പ്രവേശിക്കുന്ന ഒരു ജോലിയാണ്. മറ്റ് ഏത് ജോലിയിലേക്ക്, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കും, പൂർവ്വ പരിചയം ഉണ്ടോ എന്നുള്ളല്ലേ. മുൻകാല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല മുൻകാല പരിചയം ഉണ്ടോ എന്ന്. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രം മുൻകാല പരിചയം ഒരു എലിജിബിലിറ്റി അല്ല, ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്, ഇല്ലേ? അപ്പോൾ ഒരു പരിചയവുമില്ലാതെ നേരെ നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ജീവിതമാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതൊക്കെ നേരത്തെ പഠിപ്പിക്കേണ്ടത്. വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നേരത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്കിലും പഠിക്കണം, ഇല്ലേ? ഈ വിവാഹത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ഒരു സൺഡേ സ്കൂളിൽ വെച്ച് ഒരു സൺഡേ സ്കൂൾ ഇതിനു വേണ്ടി ഇൻസ്പെക്ഷന് വേണ്ടി വരുന്ന ഒരു ഇൻസ്പെക്ടർ ചോദിച്ചു, വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് മാരേജ്. അപ്പോൾ എല്ലാവരും
ഇങ്ങനെ നോക്കിയിരിക്കുക പിള്ളേരെല്ലാം. അപ്പം ഒരു പയ്യൻ മാത്രം എണീറ്റ് പറഞ്ഞു, സർ, ദ ബൈബിൾ സേസ് forgive them for they know not what they are doing. അതാണ് മാരേജിനെ കുറിച്ച് എന്താണ് വേദോസ്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പം വിവാഹത്തെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ എന്താ ചെയ്യുന്നതെന്നറിയാതെ നേരെ മാരേജിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ യങ് പീപ്പിളിനും അല്ലാത്തവർക്കും ഉണ്ടാകുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു പക്ഷേ അങ്ങനെ ഇല്ലെങ്കിലും അവർ കുടുംബ ബന്ധങ്ങളൊക്കെ കണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ വസിക്കുന്നത് കൊണ്ട് ഈ പഴയ കാലത്ത് ഏറ്റവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മളുടെ മിക്കവാറും ഉള്ള പ്രശ്നങ്ങളുടെ ഒരു 70% പ്രശ്നങ്ങളെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ചിന്ത. കാര്യം ഒരു പ്രതിസന്ധിയിൽ അവരെ ആശ്വസിപ്പിക്കാനോ അവർക്കൊരു നേർവഴി പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. ദേ ആർ ഹാൻഡിലിങ് ഇറ്റ് ബൈ ദംസെൽസ്. അവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം? ഇതിനെക്കുറിച്ചുള്ള വേദപുസ്തകപരമായിട്ടുള്ള ഒരു ടീച്ചിങ് എല്ലാ സഭകളും ഒരുപോലെ അതിനു വേണ്ടി പരിശ്രമിച്ചേ പറ്റുള്ളൂ. നമുക്കൊരു പ്രീമാരിറ്റൽ ക്ലാസ്സസ് പിള്ളേർക്ക് കൊടുത്തു വേണം. വാസ്തവത്തിൽ ഇവരെ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ്സസൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, എന്താണ് ദൈവവചനം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇന്ന് വന്ന് വിവാഹമെന്ന് പറയുന്നത് ഒരു പേടിയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പരിധിവരെ ഭയങ്കര പേടിയാണ് കല്യാണം കഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും. പിന്നെ എന്താ, ഒരു ഇൻട്രസ്റ്റിനെ കല്യാണം കഴിക്കണമല്ലോ എന്ന് വെച്ച് കല്യാണം കഴിക്കുന്നത്. എന്നാലും മറ്റുള്ള വിവാഹ ബന്ധങ്ങളിലെ കാര്യങ്ങളൊക്കെ ഈ തകർച്ച കാണുമ്പോൾ, ദേവദാസൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇത് കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് പേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരല്ല, ചെറുപ്പക്കാർക്കെല്ലാം ഒരു വലിയ പേടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ? അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ ഒരു സ്റ്റോറി ഇതിനു വേണ്ടി ചിലപ്പം പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഒരു ഗവർണർ ഒരു അസിലം ഈ ഭ്രാന്താശുപത്രി സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 3 നിലകളിലായിട്ടാണ് ഭ്രാന്തന്മാരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ നിലയിലുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ നിലയിൽ അതിനേക്കാൾ കൂടുതൽ കുഴപ്പമുള്ളവർ, മൂന്നാമത്തെ നിലയിൽ ഏറ്റവും പ്രശ്നമുള്ളവർ. അപ്പോൾ താഴത്തെ നിലയിൽ ഇവരെ പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. അവർക്ക് കസേര വന്നിരിക്കാം, വേണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം. അവർ ദേ ആർ ഫ്രീ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ നിലയിൽ അങ്ങനല്ല, അവർക്കങ്ങനെ പുറത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല. അവരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുറിക്കകത്ത് അവർ ഫ്രീ ആണ്, കെട്ടിടത്തിൽ അവർ ഫ്രീ ആണ്, പക്ഷേ പുറത്തോട്ട് പോകാനായിട്ട് അവർക്ക് അനുവാദമില്ല. മൂന്നാമത്തെ നിലയിൽ അതല്ല, അവരെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് തന്നെയല്ല, കസേരയിലിരിക്കുകയാണെങ്കിൽ അവരെ കസേര തന്നെ ചെയിൻ ചെയ്തിരിക്കുകയാണ്. എന്നാലും അവർ ഈ ഭിത്തിയിലൊക്കെ തലയിട്ടിരിക്കും. അതുകൊണ്ട് ഈ ഭിത്തിയിലൊക്കെ വലിയ റബ്ബർ പാഡൊക്കെ വെച്ചിരിക്കുകയാണ്. കാര്യം ഇല്ലെങ്കിൽ ഇവർ സ്വയം മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ താഴത്തെ നിലയിൽ ആദ്യ ഗവർണർ വന്നപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ഒരു കസേര ഇരുന്നുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൂലു 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഗവർണർ ചോദിച്ചു, ഇതെന്താ പറ്റി ഇവന്? ഉണഞ്ഞവൻ ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചുമായിട്ട് ഒരു സ്നേഹത്തിലായിരുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതവനൊരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്ന് വേണേൽ പൊക്കോളാൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ നോക്കണമെന്നുള്ളതേ ഉള്ളൂ. ഹീ ഈസ് ഫ്രീ, പക്ഷെ ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നിലയിൽ പോയി അവിടെ ഉള്ളവരെ കണ്ടു. മൂന്നാമത്തെ നിലയിൽ പോയപ്പോൾ ഒരുത്തൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടിരിക്കുകയും ചെയിനയിലിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവനും കരയുന്നത് ലൂലു ലൂലു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടനെ ഗവർണർ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഈ താഴത്തെ ചെറുക്കന് ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കെട്ടാൻ പറ്റാഞ്ഞത് കൊണ്ട് പറ്റിയാണോ? ഇവൻ എന്തിനാ ഈ കിടന്ന് കരയുന്നത് എന്ന് പറഞ്ഞു. ഇവൻ ആ ലൂലുവിനെ കെട്ടിയതെന്ന്. അപ്പം കെട്ടാഞ്ഞ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ സ്റ്റേജ് ഇതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർമലി ഉണ്ടാകുന്ന പ്രോബ്ലം ഇതൊക്കെ കണ്ട് മനുഷ്യൻ്റെ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് വിവാഹം തന്നെ വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു ടെൻഡൻസിയാണ് നമ്മളിൽ. എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ എന്താണ്, വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈയിടെ ഒരാൾ പറയുന്നുണ്ട് അമേരിക്കയിൽ ഡിവോഴ്സ് ഇപ്പം വളരെ കുറവാണെന്ന്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു അമേരിക്കയിൽ എന്താ ഡിവോഴ്സ് കുറവ്? അല്ല, അവിടെ കല്യാണം ഇപ്പം നടക്കുന്നില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ കല്യാണം തന്നെ നടക്കുന്നില്ല. ഞാൻ കൂടുതൽ സമയം ആഫ്രിക്കയിലാണ് ഇപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മൊസാമ്പിക് എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. ഈ മൊസാമ്പിക്കിലെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ പെതിയെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കണോ വേണ്ടായോ എന്നുള്ളത്. എന്നെ ഒരാളൊരു കല്യാണത്തിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്
വിവാഹം കഴിഞ്ഞ് ഇവർ രണ്ടുപേരോട് ബൊക്കെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ഓടി ചെന്നപ്പം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും ഈ കൊച്ചിനെ മാറിയെടുത്ത് ഉമ്മ വെക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കൊച്ചേതാ? അതാ അവരുടെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, അപ്പൻ പപ്പായുടെ മമ്മിയുടെ കല്യാണത്തിന് നീ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ ചിന്തിക്കും, ആഫ്രിക്കയിലെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, അപ്പൻ്റെ അമ്മയുടെ കല്യാണം കൂടാനുള്ള ഭാഗ്യമുണ്ട് എന്നിങ്ങനെ പറയുണ്ടായി. അപ്പോൾ വിവാഹം തന്നെ ഇഷ്ടമില്ലാത്ത, വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഈ ആഫ്രിക്കയിലെ പല കല്യാണങ്ങളും നടക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള മറ്റ് പേപ്പേഴ്സൊക്കെ വേണ്ടപ്പോഴാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഇപ്പം ലൈക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ, ഇൻഷുറൻസിൻ്റെ നോമിനി ആകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റേഷൻ ഇടട്ടെ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളല്ലെങ്കിൽ അവർ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അമേരിക്കയിലും ഇപ്പോൾ വന്ന ആ ഒരു സംസ്കാരം നമ്മുടെ മെട്രോ സിറ്റീസിലെല്ലാം അതുപോലെയുള്ള ഒരു സംസ്കാരം വന്നിരിക്കുകയാണ്. ഈവൻ സുപ്രീം കോടതി അടുത്ത സമയത്ത് ഒരുമിച്ച് ജീവിക്കുക, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലുള്ള വിധികളുമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നതായ ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ വിവാഹത്തിൻ്റെ ആ പാവനത നഷ്ടപ്പെടുന്നതായ ഒരു സ്റ്റേജ്. കാര്യം വിവാഹത്തെക്കുറിച്ച്, വിവാഹം കഴിക്കാനുള്ള ആവേശമല്ല, വിവാഹം കഴിക്കാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മാരേജിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, മാരേജ് ഈസ് എ സർക്കസ് ബിറ്റ്വീൻ 3 rings. ഇറ്റ് ഈസ് എൻഗേജ്മെൻറ്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പം ആദ്യം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വെഡിങ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ അത് 2 റിങ്ങുണ്ട്, എൻഗേജ്മെൻറ്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പോൾ ഈ 3 റിങ്ങിൽ കിടന്നുള്ള കളിയാണ് കല്യാണമെന്ന് ഒരാളിങ്ങനെ പറയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള ഒരു പ്രതിസന്ധി, എന്തോ ഒരു കലാമിറ്റി എന്ന നിലയിലാണ് കാണുന്നത്. വല്ലാത്തൊരു കലാമിറ്റി, ഒരു ദുരന്തത്തിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ. ഈ അടുത്ത സമയത്ത് മറ്റൊരു നല്ലൊരു തമാശ ഞാൻ കേട്ടത്, എനിക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ രസമായിട്ട് തോന്നുന്നുണ്ട്. ഒരാളുടെ ഒരു കഥയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങളെന്നെ ആദ്യം കാണാൻ വന്നപ്പോൾ ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെണ്ണുങ്ങളതൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞതെന്നറിയാമോ, എൻ്റെ എടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ പോകുമ്പോൾ വേണാടാണോ പരശുരാമാണോ വല്ലതും നോക്കാറുണ്ടോ? ഞാനിതൊന്നും നോക്കിയൊന്നുമില്ല, ഏതാണെങ്കിലും കേട്ടാൻ തീരുമാനിച്ചു. കാര്യം വിവാഹത്തെ ഈ ഒരു രീതിയിൽ ഒരു കലാമിറ്റി എന്ന നിലയിൽ കാണുന്ന ഒരു സ്റ്റേജ്. ഇതേപോലെ തന്നെ ഒരു സ്റ്റോറി ഉണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ ഒരു മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് അയാളൊരു ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. അപ്പോൾ അയാൾ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ നോക്കുകയും 1 സെക്കൻഡിനകം മോളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ട് വന്ന് ഇയാളുടെ മുന്നേ വന്നു വീണു. അപ്പോൾ ഇയാൾ ചിന്തിച്ചു, എടാ ഈ ശബ്ദം കേട്ട് ഞാൻ ഒന്നും നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിലായിരുന്നേനെ ഈ പാറക്കല്ല് വന്ന് വീഴുന്നത്. അപ്പോൾ ഇവൻ ചോദിച്ചു, ഹു ആർ യു? നീ ആരാ? അവൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ പിന്നെ നടന്നൊരു ക്രോസ് റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പിന്നെ ഈ ശബ്ദം കേട്ടു, സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്രേക്ക് പൊട്ടി ഒരു വാൻ ഫാസ്റ്റായിട്ട് പോവുക. അപ്പോൾ ചിന്തിച്ചടാ, ഇത് കേട്ട് ഞാനിവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര കഷ്ടമായി പോയി, എൻ്റെ മണ്ടയിൽ കൂടി ഇത് കയറി. എന്നാലും ഇത് ആരാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അവൻ ചോദിച്ചു, ഹു ആർ യു? ഉടനെ ഇവനൊരു ശബ്ദം കേട്ടു, ഞാൻ നിൻ്റെ ഗാർഡിയൻ ഏഞ്ചലാണ്, നിൻ്റെ കാവൽ മാലാഖയാണ്. എന്ന് ചോദിച്ചാൽ എന്താ നിൻ്റെ ജോലി? അപകടങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകാനായിട്ട് ദൈവം എന്നെ നിൻ്റെ കൂടെ വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം പറയാമോ? ശരി, ചോദിച്ചു. അപകടങ്ങൾ വരുമ്പോൾ അതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകാനാണ് നീ എന്നെ വിട്ടതെങ്കിൽ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നീ എവിടെ ആയിരുന്നെന്ന്. അപ്പം വിവാഹം എന്ന് പറയുന്നത് എന്തായിട്ടാണ്? ഒരു കലാമിറ്റി എന്ന നിലയിലാണ് പല സമയത്തും ആളുകൾ കാണുന്നത്. ഒരു പക്ഷേ ആളുകൾ പറയുന്നത്, എടാ ഇതല്ല ഒരു വിധിയാണ്. ഇപ്പം വിശ്വാസികൾ പോലും പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ വിധിയാണ് ഇതെല്ലാം, അല്ലേ? അങ്ങനെ വിധിയാണോ? ഒരു ചൈനീസ് പ്രോവേർബ് ഇങ്ങനെ പറയാറുണ്ട്, ഈ രാവിലത്തെ കട്ടൻ കാപ്പി ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു. ഒരു വർഷം മഴ കിട്ടിയില്ലെങ്കിൽ ആ വർഷത്തെ കൃഷി പോയി. വന്നു കയറുന്ന പെണ്ണ് ശരിയായില്ലെങ്കിൽ അവൻ്റെ ജീവിതവും പോയി. അപ്പോൾ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല എന്നുള്ള നിലയിലാണ് ഒരു ചൈനീസ് പ്രോവേർബാണ്. ഇതിലൊരു മറുവശമുണ്ട്. രാവിലെ നല്ലൊരു കട്ടൻ കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വന്ന് രക്ഷപ്പെട്ടു. നല്ലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ കൃഷിയും ശരിയായി. വന്നു കയറുന്ന പെണ്ണ് ശരിയാണെങ്കിൽ അവൻ്റെ ജീവിതവും ശരിയായി. അങ്ങനെ ജീവിതം ശരിയായ ഒത്തിരി പേരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ജീവിതം പോയവരുമുണ്ട്, ജീവിതം ശരിയായവരുമുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിധി എന്ന നിലയിൽ നമ്മൾ കാണുകയാണ്. അതൊരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല. വിവാഹം എന്ന് പറയുന്ന ഒരു വിധിയല്ല, അതൊരു ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളും. അതുകൊണ്ട് വിശ്വാസികൾ പോലും ഇത് പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വിധിയാണെന്ന് വേദോസം പറയുന്നില്ല. എങ്ങനെയെങ്കിലും പറ്റിയാൽ ശരിയാകുന്നെങ്കിൽ ശരിയാകട്ടെ, ഒരു ചാൻസ് എടുക്കുകയല്ല. സോക്രട്ടീസ് പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഓൾ യങ് മെൻ
ഗെറ്റ് മാരീഡ്. ഇഫ് യു ഗെറ്റ് എ ഗുഡ് വൈഫ്, എൻജോയ് യുവർ ലൈഫ്. എല്ലാ യുവാക്കളുമേ പോയി കല്യാണം കഴിക്കുക. നല്ലൊരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ഗുഡ് വൈഫ്, ഡോണ്ട് വറി, യു ക്യാൻ ബിക്കം എ ഫിലോസഫർ. നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് നല്ലൊരു ഫിലോസഫർ ആകാം. സോക്രട്ടീസ് ഒരു ഫിലോസഫർ ആയിരുന്നു, അതിൻ്റെ കാരണം ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ ഞാനൊരു ഫിലോസഫർ അല്ലെന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഒരു വിധി എന്ന നിലയിൽ ഇതിനെ കാണുന്നത് ശരിയല്ല. ഇത് ദൈവികമായൊരു പദ്ധതിയാണ്. വേറൊരാൾ പറഞ്ഞത് പണ്ടത്തെ ഒരു പ്രോവർബാ, വാട്ട് ഈസ് എ സക്സസ്ഫുൾ ലൈഫ്. ഒരു സക്സസ്ഫുൾ ലൈഫ് എന്താണെന്നുള്ളതിന് ഒരാൾ പറഞ്ഞത്, എ മാൻ വിത്ത് എൻ അമേരിക്കൻ സാലറി ആൻഡ് വിത്ത് ഹൂ ഹാസ് എ ജർമ്മൻ കാർ ആൻഡ് എ ബ്രിട്ടീഷ് ഹോം ആൻഡ് ചൈനീസ് ഫുഡ് ആൻഡ് എൻ ഇന്ത്യൻ വൈഫ്. ഇന്ത്യൻ വൈഫിനെ കുറിച്ച് എന്താ, ഭാരതത്തിലെ സ്ത്രീകൾ, ഭാരതത്തിലെ വിവാഹത്തെക്കുറിച്ചൊക്കെ എല്ലായിടത്തും ഭയങ്കര അഭിമാനപൂർവ്വം പറയാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അമേരിക്കൻ സാലറിയും, ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇന്നിപ്പോൾ ഇന്ത്യൻ സാലറി മോശമൊന്നുമല്ല, അമേരിക്കൻ സാലറിയും, കാര്യം അന്ന് അമേരിക്കയിലായിരുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യൻ സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം. പിന്നെ ജർമ്മൻ കാർ, ഏറ്റവും നല്ല കാർ ഇറക്കുന്നത് ജർമ്മനിയാണ്. പിന്നെ ബ്രിട്ടീഷ് ഹോംസ്, ഒന്നതരം വീടുകളാണ്, നല്ല സുഖമായ വീടുകളാണ് അവർ പണിയുന്നത്. ചൈനീസ് ഫുഡ് അല്ലേ, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ആൻഡ് ആൻ ഇന്ത്യൻ വൈഫ്. ഇതാണ് സക്സസിൻ്റെ ഒരു പര്യായമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ്റെ ഫെയിലിയർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ മാൻ വിത്ത് ആൻ ഇന്ത്യൻ സാലറി വിത്ത് ജർമ്മൻ ഫുഡ്, ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ജർമ്മൻ ഫുഡ്, ആൻഡ് ചൈനീസ് ഹോംസ്, ചൈനക്കാരൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂനാച്ചിപ്പരകൾ പോലുള്ള പേരകളാണ്, ആൻഡ് ചൈനീസ് ഹോംസ് ആൻഡ് ആൻ അമേരിക്കൻ വൈഫ്. അതാണ് ഏറ്റവും പ്രതിസന്ധി പോലെ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഇത് ഒരു യാഥാർത്ഥ്യമല്ല. ഇന്നിപ്പോൾ ഒരു ഇന്ത്യൻ വൈഫ് എന്ന് പറഞ്ഞാലും ഇന്ത്യൻ സാലറി മോശമല്ല, പക്ഷേ ഇന്ത്യൻ വൈഫ്സ് മോശമായി തുടങ്ങി എന്ന് നമ്മൾ എന്തോ ഒക്കെ സമ്മതിച്ച് തുടങ്ങേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എവ്രിവെയർ ദ സാലറി ഈസ് ഇൻക്രീസിങ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് എ വൈഫ് ഓർ ഫാമിലി ലൈഫ്. ഒരു വൈഫ് എന്നൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലി ലൈഫ്, ഐ എം നോട്ട് ഹിയർ ടു ബ്ലെയിം ദ വൈഫ്സ്, ദ ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് സാലറി എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട്, ഒരുപോലെ ആകുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ ക്വാളിറ്റി എല്ലായിടത്തും ഒരുപോലെ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതല്ല റിയൽ ആയിട്ടുള്ള സക്സസ്. എന്താണ് റിയൽ ആയിട്ടുള്ള സക്സസ് എന്നുള്ളത് വേദോത്സവം പഠിപ്പിക്കുന്നത് പ്രോവേർബ്സിലാണ്. 31 സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സമയം അനുസരിച്ച് ഇഫ് വി ഗെറ്റ് ടൈം, ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്ന ആ ഒരു കാര്യം മാത്രം ഞാൻ പറയാണ്. 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലുമേറും, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അത് അവിടെ പറയുന്ന സാമർത്ഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് എ ഗുഡ് വൈഫ്, അല്ലാതെ എന്താണ് നമ്മൾ കാണുന്ന മിടുക്കത്തം കാണിക്കുന്ന, നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു അവളൊരു സാമർത്ഥ്യക്കാരിയാണ്. പല വാക്കുകളുടെയും അർത്ഥം നമ്മൾ ആ രീതിയിൽ കാണുന്നില്ല. ഒരു സാമർത്ഥ്യക്കാരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ല പ്രത്യുത എന്താണ് എ ഗുഡ് വൈഫ്. അതാണ് ഒരു വലിയൊരു ഇത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. വിശ്വസിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവൾ തെറ്റിപ്പോകത്തില്ലെന്നുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദെയർ. അവളുടെ ചാരിത്രത്തിലുള്ള വിശ്വാസമല്ല, അവളുടെ എബിലിറ്റീസിലും അവളുടെ ഇൻറ്റഗ്രിറ്റിയിലുള്ള വിശ്വാസം അവിടെ പറയുന്നത്. അവളുടെ കഴിവുകളിലും അവളുടെ സാമർഥ്യമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അവൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും, അവളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ, ഭവനം ഏൽപ്പിച്ചിട്ട് അവൻ എവിടെയെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. ആ കുടുംബത്തെ കൃത്യമായി ദൈവികമായി, പിന്നീട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം, ദൈവികമായി ആ ഭവനത്തെ നടത്തുവാൻ എൻ്റെ ഭാര്യ കേപ്പബിൾ ആണെന്നുള്ള ട്രസ്റ്റ് അവിടെ പറയുന്നത്. ഈ വേദോസം പഠിക്കുമ്പോൾ അവളുടെ ഹൃദയം, അവൻ അവളെ വിശ്വസിക്കുന്നു പറയുമ്പോഴത്തേക്ക് അവളുടെ ചാരിത്രം മാത്രമല്ല അവിടുത്തെ വിഷയം. She is God-fearing and she will look after my family according to the law of the Bible എന്ന് പൂർണ്ണമായി വിശ്വാസമുള്ളൂ ഒരു ഭാര്യയോടുള്ള വിശ്വാസം. അതാണ് വാസ്തവത്തിൽ സാമർഥ്യം എന്ന് പറയുന്നത്. എ ഗുഡ് വൈഫ്, അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കിൻ്റെ എ ഗുഡ് വൈഫ് ഹു ക്യാൻ ഫൈൻഡ് ഷീ ഈസ് ഫാർ മോർ പ്രഷ്യസ് ദാൻ ജുവൽസ്, ദ ഹാർട്ട് ഓഫ് ഹെർ ഹസ്ബൻഡ് ട്രസ്റ്റ് ഇൻ ഹെർ ആൻഡ് ഹി വിൽ ഹാവ് നോ ലാക്ക് ഓഫ് ഗെയിൻ. അവന് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഭവനം പണിയാനായിട്ട് വേദോസം പഠിപ്പിക്കുന്നതാണ്,
റൂത്തിനെ കുറിച്ച് അവിടെ പറയുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മാതാമഹികളായ റേച്ചലിനെ കുറിച്ചും ലേയെക്കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് അവരല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഇസ്രായേൽ ഗൃഹം പണിതത് ആരല്ല? അബ്രഹാമും ഇസഹാക്കും യാക്കോബുമല്ല. അല്ലെങ്കിൽ യാക്കോബ് അല്ല ഇസ്രായേൽ ഗൃഹം പണിതത്. ആരാണ് പണിതത്? ഇറ്റ് ഈസ് ദർ വൈഫ്സ്, അവരുടെ ഭവനം. അപ്പോൾ ഭവനം പണിയാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ് സ്ത്രീകളെ. പുരുഷന്മാരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നുണ്ട്. ആരും അത്രയങ്ങ് ഈസി ആയിട്ടൊന്നും ഇരിക്കണ്ട, വരുന്നേ ഉള്ളൂ. പെണ്ണാണെന്ന് വടിയെടുക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. സദൃശ്യവാക്യങ്ങൾ അവസാനിപ്പിക്കുന്നത് ഭക്തയായ ഒരു ഭാര്യയെ പ്രശംസിച്ചുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രോവേർബ്സ് വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒരു തകിട് പുസ്തകമാണെന്നുള്ളത്. തകിട് സാധനം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് പ്രോവേർബ്സ് എന്ന് പറയുന്നത്. 31 അധ്യായങ്ങളാണ് ഉള്ളത്. ദ ബെസ്റ്റ് വേ ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എവറി ഡേ നിങ്ങൾ ഒരു മാസം ഇതൊന്ന് 31 ദിവസമുള്ള ഒരു മാസം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. എവറി ഡേ റീഡ് 1 chapter എ ഡേ. സോ എക്സൈറ്റിംഗ് ആണ്. എന്തുമാത്രം നല്ലൊരു ബുക്കാണെന്നറിയാമോ? എന്നാൽ അത് അവസാനിപ്പിക്കുന്നത്, ഈ 31 അധ്യായം അവസാനിപ്പിക്കുന്നത് ഭക്തയായ ഒരു സ്ത്രീയെ പ്രശംസിച്ചുകൊണ്ടാണ്. ഈ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം കുടുംബത്തെ വളരെ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അതർ റിലീജിയസ് ബുക്സ്. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? വേദപുസ്തകത്തിൽ ദൈവഭക്തിയുടെ ആരാധനയുടെ പ്രത്യേകതകളോ മറ്റുള്ള കാര്യങ്ങളോ മാത്രം പഠിപ്പിക്കുന്ന, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന, എങ്ങനെ ഉപവാസം എടുക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്ന പുസ്തകമൊന്നുമല്ല. വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ജീവിതത്തിലെ ഓരോ അനുദിനമായ കാര്യങ്ങൾ, അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും വിശദമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം. ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള ആ ഒരു എംഫസിസ് മനസ്സിലാക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. കുടുംബം ആരാ ഉണ്ടാക്കിയത്? ആരുടെ ഡിസൈനാണ് കുടുംബം? മനുഷ്യൻ്റെ ഡിസൈൻ അല്ല കുടുംബം. ആരുടെ ഡിസൈനാണ്? ദൈവത്തിൻ്റെ ഡിസൈനാണ്. ഗോഡ് ഈസ് എ ഫാമിലി മേക്കർ. അത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം മുഴുനീള വിവാഹത്തെ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ചില ഭാഗങ്ങളൊന്ന് പറഞ്ഞു നോക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന്. ഒന്നാമത്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ മാരേജ് സ്റ്റോറി. വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു വിവാഹ കഥ. ആരുടെ? ആദാമിൻ്റെയും ഹവ്വയുടെയും വിവാഹ കഥ. ആ അനുഭവത്തെ വിവരിച്ചുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നത്. 2, തലമുറകളെ വിവരിക്കുമ്പോൾ, ജീനിയോളജി പറയുമ്പോൾ നമ്മളൊക്കെ ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്, എന്നെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എഴുതുകയാണ്, എന്നെക്കുറിച്ച് ഒരാൾ പുസ്തകം എഴുതുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു പുസ്തകം എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ല മിക്കതിനകത്തും, അതൊരു ഫാക്റ്റാണ്. പക്ഷേ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻഷൻസ്, നമ്മളുടെ ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. പക്ഷേ വേദപുസ്തകം ജീനിയോളജി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അച്ചീവ്മെൻ്റായിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? മക്കളുടെ പേര് പറഞ്ഞാൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാഹാത്മ്യങ്ങളുണ്ട്. പക്ഷേ അബ്രഹാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ജീനിയോളജി പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് പറയുകയാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ദറ്റ് മീൻസ് ദൈവം കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമായത്. ഗാഡ് ഈസ് ഗിവിങ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു ഫാമിലി. സോ ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ ഫാമിലി. ഇനി ഈ ഫാമിലി, ഈ വേദപുസ്തകം ഓരോ പാട്രിയാർക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രപിതാക്കന്മാർ, അബ്രഹാമിനെയോ ഇസ്ഹാക്കിനെയോ യാക്കോബിനെയോ അതുപോലെ പിന്നീടുള്ള വിശ്വാസ വീരന്മാരായ ആളുകളെയോ ഒക്കെ വിവരിക്കുന്നതായ സമയത്ത് പുരുഷന്മാരായ ആളുകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ആണോ? അല്ല.
അവരുടെ വീരകഥകളോ അവർ പോയി യുദ്ധം ചെയ്തോ ഒന്നുമല്ല പറയുന്നത്. അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വിവരിച്ചുകൊണ്ടാണ്. കാര്യം എന്നറിയാമോ, വേദപുസ്തകം കുടുംബത്തിന് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു രൂപകാലങ്കാരത്തിലാണത് വാസ്തവത്തിൽ വിവരിക്കുന്നത്. പല സമയത്ത് ഈവൻ എസെക്കിയേലിനും മറ്റും ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും God calls himself as the husband of the church of Israel. ഇസ്രായേലിയ സഭയുടെ ഭർത്താവ് എന്ന നിലയിലാണ് ദൈവം തന്നെ പരിചയപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നത്. അതുപോലെ ഉത്തമഗീതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഉത്തമഗീതം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ആഴം ശരിയായ നിലയിൽ വിശദീകരിക്കുകയാണ്. അത് തന്നെയല്ല, അത് യേശുവും സഭയുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രീകരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ദാറ്റ് മീൻസ് കുടുംബ ബന്ധം, ഫാമിലി റിലേഷൻഷിപ്പ് വേദപുസ്തകം വളരെ പ്രാധാന്യത്തോടു കൂടെ പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവൻ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. നോക്ക്, അവൻ ആദ്യത്തെ അടയാളം ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഒരു വിവാഹ ഭവനമാണ് എന്നുള്ളത് രസകരമായിരിക്കുന്നു. ഇനി അതുതന്നെയല്ല, കല്യാണ വിരുന്നിൻ്റെ ഉപമകൾ തന്നെ എത്രയോ പ്രാധാന്യത്തോടു കൂടെ യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല ഉപമകളും എന്താണ്? വിവാഹത്തിൻ്റെയും വിരുന്നിൻ്റെയും മറ്റും ഉപമകളാണ്. അതുപോലെ സ്വർഗീയ വിരുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാതിരുന്ന വ്യക്തിയെ പുറത്താക്കുന്ന നമ്മൾ കാണുന്നത്. ആ പ്രാധാന്യം ഞാൻ പറയുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇനി ബൈബിൾ അവസാനിക്കുമ്പോഴും കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ റെവലേഷൻ വരെയുള്ള ഏത് ഭാഗം വായിച്ചാലും ഫാമിലിയുടെ പ്രാധാന്യം വളരെ എംഫസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ. അത് ദൈവമാണ് കുടുംബത്തെ ഉണ്ടാക്കുന്നത്. ദൈവം കുടുംബത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ കുടുംബത്തെ ഉണ്ടാക്കാൻ ദൈവത്തെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഗ്യാരൻറ്റീഡാണ്. ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പം ഈ ചൈന സാധനങ്ങൾ ഒത്തിരി വഴിയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ. ഈ വഴിയിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഭയങ്കര ചീപ്പായിരിക്കും. 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വാച്ച് കിട്ടുന്നിരിക്കും. 25 വേണ്ടാന്ന് തോന്നുന്നു. അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വാച്ച് കിട്ടും. നമ്മൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും, നല്ല വാച്ചിനേക്കാളും രസമായിരിക്കും. പക്ഷേ 25 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് 5 മണിക്കൂർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. അതും കൊണ്ട് തിരിച്ച് നിങ്ങൾ ആ വഴിക്കടക്കാരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം വഴിക്കട തന്നെ കാണണമെന്നില്ല, ഇല്ലേ? അത്രേ ഉള്ളൂ. അതിന് ഗ്യാരൻറ്റി ഇല്ല, റൈറ്റ്? എന്നാൽ ടൈറ്റൻ്റെയോ അല്ലെങ്കിൽ വെസ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയുടെ വാച്ചാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനൊരു ഗ്യാരൻറ്റി ഉണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെന്നിട്ടത് ശരിയാക്കി തരാനായിട്ട് പറ്റും. അതുപോലെ ഇഫ് ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ, ദൈവമാണ് കുടുംബത്തെ പണിയുന്നതെങ്കിൽ തീർച്ചയായും അത് ഗ്യാരൻറ്റീഡ് ആയിരിക്കും. ദൈവത്തെ പണിയാൻ ഏൽപ്പിക്കണം. നമ്മൾ പലപ്പോഴും പണിയാൻ ഏൽപ്പിക്കുന്നത് ആരെയാ? മനോരമക്കാരനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഗുഡ് ന്യൂസിനെ ഏൽപ്പിക്കും. അവരെ കാണിച്ചു തരുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷേ യോജിപ്പിക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ കാണിച്ചു തരട്ടെ, യോജിപ്പിക്കാൻ പറ്റത്തില്ല. യോജിപ്പിക്കുന്ന ആരായിരിക്കണം? ദൈവമായിരിക്കണം. ഇനി ബ്രോക്കർ പാസ്റ്ററെ യോജിപ്പിച്ചാലും ശരിയാകത്തില്ല. മനോരമയൊക്കെ പോട്ടെ, കാണിച്ചു തരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ യോജിപ്പിക്കുന്നത് എപ്പോഴും ആരായിരിക്കണം? ദൈവമായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുകയുള്ളൂ. ദൈവം നമ്മളെ യോജിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതാണ് മുപ്പിടിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. ദൈവത്തിൻ്റെ ആ യോജിപ്പ്, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം, എങ്കിലും ഞാനത് പറഞ്ഞു പോവുകയാണ്. ദൈവമാണ് കുടുംബത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ മെയ്ക്കർ. അവനാണ് കുടുംബത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്ന 120 പറയുന്നത്, യഹോവ ഭവനം പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. നമ്മൾ ഏത് കാര്യവും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള, എന്നാൽ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്റേഴ്സ് മാനുവൽ കിട്ടാറുണ്ട്. ആ മാനുവൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സാധനം ഉപയോഗിക്കുമ്പോഴാണ് ഗ്യാരൻറ്റി നിലനിൽക്കുന്നത്. ഇതേപോലെ ദൈവം കുടുംബം പണിയാൻ ഏൽപ്പിച്ചാലും അല്ലെങ്കിൽ ദൈവം കുടുംബത്തെ പണിതാലും ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ദൈവിക നിയമങ്ങളുടെ ഒരു മാനുവലൂടെ അവൻ അതിൻ്റെ കൂട്ടത്തിൽ തരുന്നുണ്ട്. ആ മാനുവൽ അനുസരിച്ച് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. ആ ഓപ്പറേറ്റേഴ്സ് മാനുവൽ അനുസരിച്ച്, ദൈവത്തിൻ്റെ റൂൾ അനുസരിച്ച് കുടുംബത്തെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ദൈവം കുടുംബം യോജിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ച് ചില നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. അതനുസരിച്ച് പോയാൽ ഒരിക്കലും ഫാമിലി ബ്രേക്കപ്പ് ഉണ്ടാകത്തില്ല. അത് വിശ്വാസികൾക്ക് മാത്രമുള്ള റൂളല്ല, എല്ലാവർക്കുമുള്ള റൂളാണ്.
കാര്യം വേറെ ആരും യോജിപ്പിക്കുന്നില്ല, ദൈവമാണ് യോജിപ്പിക്കുന്നത്. എല്ലാ ഫാമിലിയാണോ അതനുസരിച്ച് പോകാൻ. ദൈവം ഇല്ലാത്തവനും ഒരു റൂളേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് പോകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലോ എന്ന് ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ അവൻ്റെ കുടുംബം തകരും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ പല ഭവനങ്ങൾക്കും വീടുകൾക്കും അതിൻ്റെ മോളിലെ ടെറസിന് പാരപ്പറ്റ് പണിയത്തില്ല അവർ. അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ പിള്ളേരും പാരപ്പറ്റ് ഉള്ള വീടിൻ്റെ മുകളിലോട്ട് കയറുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാണ്, ടെറസിലോട്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒറ്റയൊരെണ്ണം താഴെ വീഴുന്നത് ഞാൻ കാണുന്നില്ല. കാര്യം അവർ അത് യൂസ്ഡാണ്. അപ്പോൾ അവർക്ക് ഇത്ര ദൂരം വരെ പോകാമെന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ പാരപ്പറ്റില്ലാത്തൊരു ടെറസിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുകയാണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ അവസാനത്തെ എഡ്ജിൽ വന്നിട്ട് ഞാൻ പിന്നൊരു കാലെടുത്ത് വായുവിലേക്ക് വെക്കുകയാണ്, നിങ്ങളത് കാണുന്നെന്ന് വയ്ക്കുക. നിങ്ങളെന്തായിരിക്കും പറയുന്നത്? എന്തോട് താൻ അബദ്ധം കാണിക്കുന്നത്? എന്തബദ്ധം? താനെന്താ ഈ വായുവിലോട്ട് കാലെടുത്ത് വെക്കുന്നത്? അതിനെന്താ ഒരു താഴെ വീഴും താൻ എന്ന് പറഞ്ഞ്. ഞാൻ ഇത്രയും നേരം നടക്കുകയായിരുന്നല്ലോ, എന്നിട്ട് താഴെ വീണില്ലല്ലോ. ഇത്രയും നേരം താൻ നടന്നത് എവിടെയാണ്? ടെറസിൻ്റെ മുകളിലൂടെയാണ്. എന്നാൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് മാറി വായുവിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ താൻ താഴെ വീഴും. അതെന്താ? അതിൻ്റെ കാരണം എന്താ? അയാൾ പറയാം, അതിനാണ് ഈ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഭാരമുള്ള വസ്തുക്കളെ ഭൂമി ആകർഷിക്കും. അതുകൊണ്ട് താൻ കാലെടുത്ത് വെച്ചാൽ താഴെ വീഴും. എന്നാൽ ഞാൻ പറയുകയാണെന്ന് വെച്ചു, ഞാൻ ഇന്ന് വരെ ഗുരുത്വാകർഷണ നിയമം ഒന്നും കേട്ടിട്ടുമില്ല, എനിക്കതിനകത്ത് വിശ്വാസവുമില്ല. എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായു നിൽക്കുമോ? ഇല്ല. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമം അനുസരിച്ചാലേ പറ്റുള്ളൂ. ഇതുപോലെ ദൈവം ഇല്ലെന്നൊരുത്തം പറഞ്ഞാലും ദൈവത്തിൻ്റെ നിയമം തെറ്റിച്ചാൽ കുടുംബം തകരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഗാഡ് ഈസ് ദ ഫാമിലി മേക്കർ. കുടുംബത്തിന് വേണ്ടി ദൈവം നിയമങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രതിസന്ധികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തെ കൂടെ തന്നെ നിർത്തണം. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഹി വാസ് എ കാർപ്പൻ്റർ. നമുക്കൊരു മേശ പണിയണമെങ്കിൽ നമ്മൾ ആശാരിയുടെ അടുത്താണ് കൊണ്ടുപോകുന്നത്. കാർപ്പൻ്റർ ഒരു മേശ പണിയണമെങ്കിൽ നമ്മൾ പറയുന്നു ഒരു മേശ പണിത് തരണം. ഇപ്പം എനിവേ അത് ട്രേഡ് മാറിയാലും ട്രേഡ് നെയിമൊക്കെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റിൽ ഹീസ് എ കാർപ്പൻ്റർ. മേശയുടെ കാലൊടിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്താണ് കൊണ്ടുപോകുന്നത്? അന്നേരവും നമ്മൾ ആരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നു. പൊന്നുമണിക്കാരൻ്റെ അടുത്തൊന്നും അല്ലല്ലോ മേശയുടെ കാലൊടിഞ്ഞാൽ കൊണ്ടുപോകുന്നത്. ആരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നത്? ആശാരിയുടെ അടുത്ത് തന്നെയാണ്. ഇതേപോലെ എന്താണ്, ജീസസ് വാസ് എ കാർപ്പൻ്റർ. അതുപോലെ നമ്മുടെ കുടുംബം പണിയാൻ നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ദൈവത്തിൻ്റെ കയ്യിൽ ഫലമേൽപ്പിക്കണം. എവിടെയെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ ആ വലിയ കാർപ്പൻ്ററുടെ അടുത്ത് തന്നെ കൊണ്ടുചെല്ലണം നമ്മൾ. ആ വലിയ കാർപ്പൻ്ററുടെ അടുത്ത് തന്നെ എന്നിട്ട് പറയണം, നോക്ക് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പാളിച്ച പറ്റിയിരിക്കുന്നു. ഈസ് എ ഗ്രേറ്റ് ഗാഡ്. അവനൊരു വലിയ ഒരു കാർപ്പൻ്റർ. അവന് പണിയാൻ മാത്രമല്ല റിപ്പയർ ചെയ്യാനും അവന് അറിയാം. ഇറ്റ് ഈസ് ഗ്യാരൻറ്റീഡ്. നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബം പണിത ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ, ആ യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി കുടുംബ ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ രണ്ട് പ്രധാനമായും, കുഞ്ഞുങ്ങളുടെ കാര്യം വരുന്നതിന് മുമ്പായിട്ട് പ്രധാനമായും രണ്ട് വ്യക്തികളാണല്ലോ ഉള്ളത്. ഇറ്റ് ഈസ് എ മാൻ ആൻഡ് എ വൈഫ്. പുരുഷനും സ്ത്രീയുമാണ്. ഈ പുരുഷനെയും സ്ത്രീയെയും കുറിച്ചുള്ള അവരുടെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ആ സൃഷ്ടിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ സങ്കീർത്തനം എട്ടാമത്തെ സങ്കീർത്തനം നമ്മൾ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവം അവനെ എങ്ങനെയൊക്കെ ആക്കിത്തീർത്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവനെ സൃഷ്ടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പറയുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നോക്ക്, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ചുമ്മാ മറ്റ് മൃഗങ്ങളെ സൃഷ്ടിച്ചതുപോലെ അല്ല. ഹി ഹാസ് ക്രൗൺഡ് us with glory and honor. മഹത്വവും ബഹുമാനവും നമ്മളെ അണിയിച്ചിരിക്കുന്നു. അതുപോലെ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, റൂളർ ഓഫ് എവ്രിതിങ്, അധിപതിയാക്കി. എന്നിട്ട് സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ഇല്ലേ? എവ്രിതിങ് അണ്ടർ ഹിസ് ഫീറ്റ്. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. വി ആർ നോട്ട് ലൈക്ക് ആനിമൽസ്.
ഞാൻ മൊസാംബിക്കിലെ ഒരു കിളിമാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വില്ലേജിൽ പ്രാവശ്യം, ആഫ്രിക്കയിലേക്കറിയോ, ഞാൻ ഒരു ഗ്രാമത്തിലിങ്ങനെ സുവിശേഷം പറയുക. ഒരു 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 ടൈലറിങ് ഷോപ്പ് പോലെ, ഷോപ്പൊന്നും പറയാനില്ല, പാവങ്ങളല്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെ ചെറുപ്പക്കാരായ ഒത്തിരി പേര് കൂടി ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരുത്തർ എന്നോട് ചോദിച്ചു, എനിക്കെന്തിനാ ദൈവം? എനിക്ക് ദൈവം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലയോ? എനിക്കെന്ത് ദൈവം ഇത്ര അത്യാവശ്യം? നീ പറഞ്ഞു ദൈവത്തെക്കുറിച്ചൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയുന്നല്ലോ, എനിക്ക് ദൈവം വേണ്ടല്ലോ, ദൈവം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ? പെട്ടെന്നൊരു ഇതാണ്, ദൈവം ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ജീവിക്കാം, നിനക്ക് ജീവിക്കാം. മൃഗങ്ങളെല്ലാം ജീവിക്കുന്നത് ഇപ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ടൊന്നും ഒന്നും അല്ലല്ലോ. യു ക്യാൻ ലിവ് ലൈക്ക് എൻ ആനിമൽ, ബട്ട് ഇഫ് യു വോണ്ട് ടു ലിവ് ലൈക്ക് എ മാൻ യു നീഡ് ഗാഡ്. മൃഗങ്ങളെപ്പോലെ ജീവിക്കാനാണെങ്കിൽ ദൈവവുമായിട്ടുള്ള വലിയ സംസർഗമൊന്നും അത്യാവശ്യമില്ലായിരിക്കും. പക്ഷേ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള സംസർഗം ആവശ്യമാണ്. സംഹാവ് ഹി അക്സെപ്റ്റഡ് ഇറ്റ്. അവൻ പെട്ടെന്ന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞത്, വി ആർ നോട്ട് ലൈക്ക് ആനിമൽസ്. നമ്മൾ മൃഗങ്ങളെ പോലെ അല്ല. പക്ഷെ മിക്ക സമയങ്ങളിലും മൃഗങ്ങളെ പോലെയോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള നിലയിലൊക്കെയാണ് നമ്മളെ കണക്കാക്കുന്നത്. നോ, വി ആർ ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ. ഉൽപ്പത്തി പുസ്തകം 2-7 വാക്യം വായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം തൻ്റെ സ്വന്തം ജീവശ്വാസം മനുഷ്യന് പകർന്നു കൊടുക്കുകയാണ്. ഒരു ജീവിക്കും വേണ്ടി അവനത് ചെയ്തിട്ടില്ല. മറ്റൊരു ജീവിയുടെ മുക്കിലേക്ക് അവൻ എന്ത് ചെയ്തിട്ടില്ല? ജീവശ്വാസം ഊതിയിട്ടില്ല. 1-ാം വാക്യത്തിൽ ജനസിസ്, ഉൽപ്പത്തി പുസ്തകം, ദൈവം അവൻ്റെ സ്വരൂപത്തിൽ അവൻ്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. എന്താണ് സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ഞാൻ പലപ്പോഴും നമ്മൾ പലപ്പോഴും അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൊക്കെ ദൈവത്തിന് 2 കൈയുണ്ട്, നമുക്ക് 2 കൈയുണ്ട് എന്നുള്ള രൂപമല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്ന ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത്, ഗാഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് മാൻ ഈസ് ഓൾസോ എ സ്പിരിച്വൽ ബീയിങ്. ദൈവം ആത്മാവാണ്, മനുഷ്യനും ആത്മജീവിയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ദൈവം പറയുമ്പോൾ അവിടെ പറയുന്നതാണ്, ലെറ്റ് അസ് മേക്ക് എ മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് കർത്താവ് പറയുമ്പോൾ ദൈവം പറയുന്നതാണ് എന്താണ്? ആത്മാവുള്ള ഒരു ജീവി, ഒരു ആത്മജീവിയെ നമുക്ക് സൃഷ്ടിക്കുക. അതിൽ ഒരു ശരീരം കൂടെ ഉണ്ട് എന്നേ ഉള്ളൂ. വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. ഞാൻ ചില സമയങ്ങളിൽ ഈ കാര്യം എംഫസൈസ് ചെയ്ത് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു ചിന്ത മനുഷ്യൻ ആത്മാവുള്ള ഒരു ശരീരജീവിയാണെന്നാണ്. അതല്ല വാസ്തവം. മനുഷ്യൻ ശരീരമുള്ള ഒരു ആത്മജീവിയാണെന്നുള്ളതാണ് വാസ്തവം. രണ്ടിൻ്റെ എംഫസിസ് വ്യത്യാസമുണ്ട്. ആത്മാവുള്ള ശരീരജീവി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാധാന്യം എന്താ? ശരീരമാണ്, ഇല്ലേ? നമ്മളൊക്കെ പിള്ളേരോടൊക്കെ പറയും, മോനെ നിനക്ക് വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞു, അവിടെയൊക്കെ വലിയ നിനക്ക് ഒത്തിരി ബിസിയാണെന്നൊക്കെ അറിയാം. അതൊക്കെ ഉണ്ടേലേ പറ്റൂ, നിനക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റൂ. പിന്നെ ഒരു കാര്യം മറക്കരുത്, നമുക്കൊരു ആത്മാവോടുണ്ടെന്ന് മറക്കരുത്. ഞായറാഴ്ചയെങ്കിലും ഒരു സഭായോഗത്തിന് പോകാൻ നീ മറക്കരുത്. അതായത് 6.25 ദിവസം നീ നിനക്ക് വേണ്ടി എടുത്തോ, ശരീരത്തിന് വേണ്ടി ജീവിച്ചോ, പക്ഷേ ഒരു 1/4 ദിവസം ദൈവത്തിനോട് നീ കൊടുക്കണം. കാര്യം നിനക്കൊരു ആത്മാവോടുണ്ടല്ലോ. അതാണോ ശരി? അല്ല. എന്താണ്? മാൻ ഈസ് നോട്ട് എ ഫിസിക്കൽ ബീയിങ് വിത്ത് എ സ്പിരിറ്റ്, ബട്ട് മാൻ ഈസ് എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ഫ്ലഷ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത്, മോനെ നീ ഒരു ആത്മജീവിയാണെന്ന് ഓർത്തോണം, പിന്നെ ഒരു ശരീരം കൂടെ ഉണ്ടെന്ന് മറക്കരുത്, വല്ലതും കഴിക്കുകയും കുടിക്കുകയോ ചെയ്തോണം. എംഫസിസ് അതാ. ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആത്മരൂപിയായി ആത്മജീവിയായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-27 വാക്യത്തിലൂടെ പറയുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ മകനായിട്ട്, ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ജീനിയോളജി പറയുമ്പോൾ അവിടെ പറയുന്ന ഏറ്റവും ഒടുവിൽ പറഞ്ഞു പോയിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ് എന്ത്? ആദാം ദൈവത്തിൻ്റെ മകൻ. ദൈവത്തിൻ്റെ മകനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. എന്താണ്? ആ അപ്പൻ്റെ സ്വരൂപം നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വലിയൊരു ഹയർ ബീയിങ് ആണ് നമ്മൾ. വി ആർ നോട്ട് ലൈക്ക് ആനിമൽസ്. ഒരു കുറച്ചുകൂടെ ഉയർന്ന ഒരു ആനിമൽ അല്ല നമ്മൾ. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് അപ്പനെ പോലെ ആയിരിക്കണം. അപ്പനെ പോലെ. ആ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് നമുക്ക് അത്യാവശ്യമുണ്ട്. സോ അതുപോലെ അവൻ്റെ ജീവശ്വാസം ഊതിയ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-7 വാക്യത്തിൽ മനുഷ്യൻ ജീവനുള്ള, അവൻ മൂക്കിൽ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹമായി തീർന്നെന്നല്ല, ജീവനുള്ള ദേഹിയായി തീർന്നു. എന്താ ഡിഫറൻസ്? ഓൾറെഡി അവനിൽ സ്വാഭാവിക ജീവൻ ഉണ്ട്, പക്ഷേ അവൻ ദൈവിക ജീവനുള്ളവനായി തീർന്നത്
ദൈവം അവൻ്റെ മൂക്കിലേക്ക് അവൻ്റെ ആത്മാവിനെ, ശ്വാസം എന്ന് പറയുന്ന വാക്ക് എബ്രായ ഭാഷയിൽ ആത്മാവും ശ്വാസവും എല്ലാം ഒന്ന് തന്നെയാണ്, സെയിം വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ മൂക്കിലേക്ക് ദൈവം അവൻ്റെ ആത്മാവിനെ, അതുകൊണ്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നു. വി ആർ സ്പിരിച്വൽ ബീയിങ്സ്. അങ്ങനെ ഒരു സൃഷ്ടി ദൈവം പകർന്നു തന്നതായ, ദൈവം നമ്മിലേക്ക് ജീവൻ പകർന്നു തന്നിരിക്കുകയാണ്. ആത്മാവ്, കർത്താവ് ആത്മാവാകുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് 1 കൊരിന്ത്യർ 15-45 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. നമ്മിലേക്ക് ജീവൻ പകർന്നു തരികയാണ്. ആ പകർന്നു കൊടുത്ത ജീവനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആദമിൽ സ്ത്രീയും പങ്കാളിയാണ് എന്നുള്ളതാണ്. അല്ലാതെ സ്ത്രീയെ രണ്ടാമത് സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചിന്തയുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്ത അത്ര കറക്റ്റല്ല. ഉൽപ്പത്തി പുസ്തകം 1-27 വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ജീവശ്വാസം ഊതിക്കിട്ടിയത് ആദാം എന്ന് പറയുന്ന പുരുഷനിലേക്ക് മാത്രമല്ല, മനുഷ്യനിലേക്കാണ്. ആ മനുഷ്യനിൽ ആരൊക്കെ ഉണ്ട്? ഹൗവയും ആദവും ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് നമ്മുടേത് ഒരു ജൈവ പങ്കാളിത്തമാണ്, ഒരു ഓർഗാനിക് യൂണിറ്റിയാണ്, പാർട്ട്ണർഷിപ്പാണ്. ഒരു ജൈവ പങ്കാളിത്തം, ഒരു ഓർഗാനിക് യൂണിറ്റിയാണ്. അത് ഇൻസെപ്പറബിളാണ്, മാറിയിരിക്കുന്ന. ഇത് കുറേ കൂടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 1 കൊരിന്ത്യർ 11 അധ്യായം പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. 11 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം തന്നെ കാരണഭൂതൻ. ഇറ്റ് വാസ് എ ഗോഡ്ലി ആക്ട്. അതുകൊണ്ട് ഒരു ഇൻസെപ്പറബിളാണ്. മാൻ ആൻഡ് വൈഫ്, പുരുഷനും സ്ത്രീയും ഇൻസെപ്പറബിളാണ്. ആ ജൈവ പങ്കാളിത്തം ഇവിടെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മാറി നിന്നാലും എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നത്? ബിക്കോസ് ആ രീതിയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, അൺനാച്ചുറൽ കാര്യമല്ല. കല്യാണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് ഒരു അൺനാച്ചുറൽ കാര്യമല്ല. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് വാസ്തവത്തിൽ അസാധാരണത്തുള്ള കാര്യം. വിവാഹം കഴിക്കുന്നത് അസാധാരണ കാര്യമൊന്നും അല്ല. അതൊരു ഡിവൈൻ ഓർഡറാണ് ശരിക്കും. എന്താണ് ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണം എന്ന് പറയുന്നത്? സെയിൻറ്റ് എഫ്രൈമിൻ്റെ ഒരു സ്റ്റോറിയുണ്ട്. സെയിൻറ്റ് എഫ്രൈം ഒരു വിശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം എന്ന് നടന്നു പോകുമ്പം ഒരു സ്ത്രീ എപ്പോഴും സെയിൻറ്റ് എഫ്രൈമിനെ ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഒരു ദിവസം സെയിൻറ്റ് എഫ്രൈം ഇവളോട് പറഞ്ഞു, യു ആർ എ വുമൺ, യു ഷുഡ് ലുക്ക് ഡൗൺ. നീ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നീ എപ്പോഴും താഴോട്ട് കുനിഞ്ഞ് നോക്കണം. പിന്നെ അവൾ മിടിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, അതിന് എന്നെ കിട്ടത്തൊന്നുമില്ല. ഇഫ് യു വാണ്ട്, യു നീഡ് ടു ലുക്ക് ഡൗൺ ബിക്കോസ് യു ആർ ടേക്കൺ ഫ്രം ദ ഗ്രൗണ്ട് and I will look at you because I am taken from a man. നിനക്ക് വേണമെങ്കിൽ താഴോട്ട് നോക്കിയോ, കാര്യം നിന്നെ എടുത്തത് മണ്ണിൽ നിന്നാണ്. പക്ഷെ ഞാൻ നിന്നെ നോക്കും. കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എടുത്തത് പുരുഷനിൽ നിന്നാണ്. നോക്കുക, നാച്ചുറൽ. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആകർഷണം എന്ന് പറയുന്നത് നാച്ചുറലാണ്, നോർമലാണ്. ആകർഷണം ബന്ധമൊന്നുമല്ല ഞാൻ പറയുന്നത്. ആകർഷണം എന്ന് പറയുന്നത് നാച്ചുറലാണ്. അതൊരു ഡിവൈൻ ഓർഡറാണ്. അതുകൊണ്ടാണ് പുരുഷൻ തനിയെ ഇരുന്നപ്പോൾ ദൈവം എന്ത് പറയുകയാണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എല്ലാ സൃഷ്ടിയും, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള എല്ലാ വാക്യങ്ങളും സൃഷ്ടി കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? സകലതും അവൻ നല്ലത് 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 എന്ന് കണ്ടു. അതിനുശേഷമാണ് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നത്. 2 അധ്യായത്തിൻ്റെ 18 വാക്യം വന്നപ്പോൾ കർത്താവ് പറയാണ്, ആദ്യമായിട്ടാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് കേൾക്കുന്നത്. അല്ലാത്ത സമയത്തെല്ലാം ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ. മനുഷ്യൻ തന്നെ ഇരിക്കുന്ന അത്ര പന്തിയല്ല, നന്നല്ല എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കിക്കൊടുക്കും. ഞാനൊരു തക്കതായ തുണയെ, ഒരു പങ്കാളിയെ ഉണ്ടാക്കിക്കൊടുക്കും. മേക്ക്, ഐ വിൽ മേക്ക് ഹിം. സൃഷ്ടിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈസ് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എവിടെ ഉണ്ട്? പുരുഷനിലുണ്ട്. എന്നാൽ അതിനെ വെളിപ്പെടുത്തി എടുത്തു കൊടുക്കും.
ഷെയ്പ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? വാരിയലെടുത്തൊരു സ്ത്രീയാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷെയ്പ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉള്ള ഒരു കാര്യത്തെ കൊണ്ട് കൊടുക്കുകയാണ്. മറഞ്ഞിടുന്നതായ ഒരു കാര്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ല എന്ന് കണ്ടു. കാര്യം ഗാഡ് ഹിംസെൽഫ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാഡ് ഒരു ട്രയൂൺ ഗാഡ്, ത്രിയേക ദൈവം എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ഈസ് എ ഫാമിലി. ഭാര്യയും ഭർത്താവും അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു വലിയ കൂട്ടായ്മയാണ്. ശരിക്കും ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ എന്നും ഉണ്ടായിരുന്നു അല്ലേ? ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് ചോദിക്കുക, എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിത്യത തൊട്ട് അന്ന് വരെ ഒരു നിമിഷത്തേക്ക് പോലും പുത്രൻ പിതാവിൽ നിന്ന് മാറിയിരുന്നിട്ടില്ല. കർത്താവിന് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു, യേശുവിന് സഹിക്കാൻ പറ്റിയില്ല, പുത്രന് സഹിക്കാൻ പറ്റിയില്ല പിതാവിൽ നിന്നുള്ള അല്പസമയത്തേക്കുള്ള ഒരു വേർപാട്. അതാണ് വാസ്തവത്തിൽ സെപ്പറേഷൻ. ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ഫാദർ, ഇറ്റേണൽ ഫാദർ, ഫോർ സം ടൈം. ആ ഒരു അവസ്ഥ, അതുപോലെയുള്ള ഒരു യൂണിറ്റി ആര് തമ്മിലുണ്ടായിരുന്നു? ദൈവവും അല്ലെങ്കിൽ പിതാവായ ദൈവവും പുത്രനും തമ്മിലുണ്ടായിരുന്നു. ഗാഡ് ഹിംസെൽഫ് ഈസ് എ ഫാമിലി. അവനിൽ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. ഇതേപോലെ തന്നെ മനുഷ്യന് ഒരു കൂട്ടായ്മ വേണം, ഒരു ഫെലോഷിപ്പ് വേണം എന്ന് ദൈവം തീരുമാനിച്ചു. ഇനി ആരെയാണ് ഇവന് ഫെലോഷിപ്പിന് കൊടുക്കുന്നത്? അതാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഓഫ് കോഴ്സ് ഹീ ക്യാൻ ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ദൈവവുമായിട്ട് അവന് കൂട്ടായ്മ ഉണ്ടാക്കാം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടാവെന്ന നിലയിൽ ദൈവം ഒത്തിരി ഉയരത്തിലാണ്. ഇനി അതല്ല, ഒരു മൃഗത്തിൻ്റെ കൂട്ടായ്മ ഇവന് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എല്ലാം കാൽ കീഴിലാണ്. അപ്പോൾ തക്ക തുണ എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അവനോട് ഈക്വലായ എന്ന അർത്ഥത്തിലാണ്. അവന് ദൈവം ഉണ്ടാക്കി കൊടുത്ത ഈസ് നീദർ ഗാഡ് നോർ ആൻ ആനിമൽ. എല്ലാ മൃഗങ്ങളെയും ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ്റെ മുമ്പിലൂടെ കടത്തിവിട്ടപ്പോൾ മനുഷ്യൻ അവയ്ക്ക് പേരിട്ടു. അവൻ പേരിട്ടതെല്ലാം അതിന് പേരായി. പേരിടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ബിബ്ലിക്കൽ സെൻസ് അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ പേരിടുക എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നതാണ്, മുകളിൽ കയറി നിൽക്കുന്നതാണ്. ഇഫ് ഐ നെയിം സംബഡി, യു മീൻ ഐ ആം ദി ഓണർ ഓഫ് ഇറ്റ്. ഞാനതിൻ്റെ ഉടമസ്ഥനാണ്, ഞാൻ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് അല്ല പുരുഷൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എന്താണ് ഒരു ഹയർ ഇതല്ല, ഒരു ലോവർ ഇതുമല്ല. പ്രത്യേകത എന്താണ്? ഈക്വൽ. I will make him a suitable companion, ഒരു suitable companion, someone equal to him, അവനോട് പങ്കാളിത്തമുള്ള. ഹെൽപ്പർ എന്ന് ചിലപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഹെൽപ്പർ ശരിയാണ്, ഹെൽപ്പർ എന്നുള്ള വാക്കിൻ്റെ പ്രശ്നമാണ്. ഹെൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേലക്കാരി എന്നുള്ള അർത്ഥത്തിലല്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടുവേല ഹൗസ് മെയ്ഡാണ് നമ്മൾ പലപ്പോഴും ഹെൽപ്പർ എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഹെൽപ്പർ വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വന്നില്ല, അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലെന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജിലുള്ള ഒരു ഹെൽപ്പർ അല്ല. ഹെൽപ്പർ എന്ന് പറയുന്ന ആ വാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെങ്തനർ എന്ന നിലയിലാണ്. സ്ട്രെങ്തനർ, ശക്തീകരിക്കുന്ന വ്യക്തി. പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന വാക്കും അത് തന്നെയാണ്, സ്ട്രെങ്തനർ. എന്ത് സ്ട്രെങ്തനിങ്? മനുഷ്യന് ദൈവം ഒരു മിഷൻ കൊടുത്തിട്ടുണ്ട്. ആ മിഷൻ, ഒരു ദൗത്യം, അത് നിർവഹിക്കുന്നതിൽ അവൻ ഏതെങ്കിലും തലത്തിൽ ബലഹീനനാകുമ്പോൾ അവനെ താങ്ങുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ദൈവം സ്ത്രീയെ മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. ദൗത്യം ദൈവം കൊടുത്തിരിക്കുന്നത് തീർച്ചയായും ആർക്കാണ്? പുരുഷനാണ്. ദൈവം ദൗത്യം കൊടുത്തിരിക്കുന്ന പുരുഷനാണ്. ആ ദൗത്യം നിർവഹിക്കുന്നത് പുരുഷൻ ഒറ്റയ്ക്കല്ല, അവൻ്റെ ഫാമിലി ഒരുമിച്ചാണ്. ആ ഫാമിലിയിൽ, ആ ദൗത്യത്തിൽ അവൻ്റെ പങ്കാളിയാണ് ശരിക്കും ആര്? ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. സൃഷ്ടികളിൽ ഒന്നുപോലും ആദാമിന് യോജിക്കുന്നതായിരുന്നില്ല. ദൈവം ആദാം ഒരു ജീവിയെ തൻ്റെ കൂട്ടാളിയാക്കിയില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഐ വിൽ മേക്ക് ഹിം എ സ്യൂട്ടബിൾ കമ്പാനിയൻ. ദൈവത്തിൻ്റെ ടേണാണ്. ദൈവം അവിടെ തീരുമാനമെടുക്കുകയാണ്. ഐ വിൽ മേക്ക്. കാര്യം ആദാം തിരഞ്ഞെടുക്കുമെന്നല്ല. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട്, ദൈവം ആദാമിന് ഹവ്വായെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആദാം എന്ത് ചെയ്യുമായിരുന്നു? ടെൽ മീ. ഹി വാസ് സ്ലീപ്പിംഗ്. അവൻ ഉറക്കമായിരുന്നു. ശരിക്കും ഇതാണ്
കുടുംബ ബന്ധത്തിൽ എനിക്കൊരു പങ്കാളിയെ ഞാൻ തിരയാതെ ദൈവം ഉണ്ടാക്കി തരുമ്പം സംഭവിക്കേണ്ട കാര്യം, നമ്മൾ നന്നായിട്ട് ഉറങ്ങിക്കോണം, പീസ്ഫുൾ ആയിരിക്കണം, റെസ്റ്റ് ഉണ്ടായിരിക്കണം. ഇനി വലിയൊരു അനസ്തീഷ്യ ഇല്ലാത്ത ഒരു സർജറി നടക്കുകയാണ് അല്ലേ, ടേക്കിംഗ് ദ വൈഫ്. ഇടയ്ക്ക് കയറിപ്പോൾ എന്തിനാ അനസ്തീഷ്യ കൊടുക്കുന്നറിയോ? അനസ്തീഷ്യ കൊടുക്കുന്നത് ഗാഠനിദ്ര വരുത്തിയിട്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. ഒരു ഡോക്ടർ അനസ്തീഷ്യ കൊടുക്കുന്നത് നമ്മുടെ ഇടയ്ക്ക് കയറി പണിയായിരിക്കാനാണ്. ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി ദൈവം ഒരു ഭാര്യയെ ഉണ്ടാക്കുമ്പോൾ, ഒരു പുരുഷന് വേണ്ടി ഒരു ഭാര്യയെ ഉണ്ടാക്കി തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് കയറി പണിയെടുക്കുന്നതാണ്. അതൊരു സോൾലി ഒരു ഗോഡ്ലി ആക്ട് ആയിരിക്കണം, പൂർണ്ണമായും ദൈവികമായ ഒരു പദ്ധതി ആയിരിക്കണം. നമ്മൾ ഇടയ്ക്ക് ഒരിക്കലും അതിനെ തിരയാൻ പോകരുത്. മനുഷ്യൻ തിരഞ്ഞാൽ കിട്ടുന്നത് ഒരു മാച്ചാണ്, ഇണയാണ്. ദൈവം നമുക്ക് തരുന്നത് തുണയാണ്. നമ്മൾ ഇണയെ തിരയുന്ന ആനിമൽസ്, ദേ ലുക്ക് ഫോർ മെയ്റ്റ്. ഒരു ആനിമൽ എപ്പോഴും അതിൻ്റെ ഇണയെയാണ്, ഒരു മൃഗം എപ്പോഴും അതിൻ്റെ ഇണയെയാണ് തിരയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുകയല്ല. വി നീഡ് ടു സീ ദാറ്റ് ഗോഡ് ഈസ് ഗിവിങ് ആസ് എ കമ്പാനിയൻ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ, ഞാൻ നടന്നൊരു കാര്യമാണ്, ഒരിക്കൽ അവൻ്റെ അടുത്ത് അവൻ്റെ അനിയൻ വന്നിട്ട് പറഞ്ഞു, എടാ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം, നീ ഇങ്ങനെ മുന്നേ കയറി നിൽക്കുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, നീ പോയി കെട്ടിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കെട്ടുന്നുള്ളൂ. എന്നാൽ ഞാൻ കെട്ടാൻ പോകുകയാണ്. അപ്പം വീട്ടുകാരോട് പറഞ്ഞു, അവന് പലയിടത്ത് കല്യാണമൊക്കെ ആലോചിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടൊരു പെണ്ണിനെ പോയി കണ്ടു. കല്യാണം ഏതാണ്ട് നല്ലതാണെന്നൊക്കെ തീരുമാനമായി. ഉറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കനും സന്തോഷമായി, പെണ്ണിനും സന്തോഷമായി. ഉടനെ ഈ ചേട്ടൻ്റെ അടുത്ത് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ അവൻ എന്നോട് കെട്ടാമെന്ന് പറഞ്ഞിരുന്നതാ എന്ന് വേറൊരു പെങ്കൊച്ച് വന്ന് എന്നെ അവൻ വഞ്ചിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞു. ഉടനെ ഇവൻ ചെന്നിട്ട് അനിയനെ വിളിച്ചിട്ട് ചോദിച്ചു, അന്നേരം തന്നെ പേടിച്ച് അനിയനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ശരിയാണ്, ഞാൻ പറഞ്ഞതാ, പിന്നെ നീ മറ്റേ കൊച്ചിനോട് പറഞ്ഞത്, ഇനി അതല്ലെങ്കിൽ ഇതാണേലും മതി. പിന്നെ നീ വടശ്ശേരിക്കടയിൽ കണ്ടൊരു പെണ്ണിനെ കാണാൻ പോയെ, അതെങ്കിൽ അത്. ഇവന് തുണയല്ല വേണ്ടത്, ഇവനൊരു ആരെയാണ് വേണ്ടത്? ഇണയാണ് വേണ്ടത്. അവൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയാൽ മതി. എന്നാൽ ദൈവം ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് കൊടുക്കുന്നവനല്ല. God is giving exactly the person God has made for you. നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഒരു സ്ത്രീക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പുരുഷനെ, അവരെയാണ് ദൈവം യോജിപ്പിക്കുന്നത്. ഒരു മാച്ച് നോക്കി, ഒരു ഇണ നോക്കി, ഒരു മെയ്റ്റിനെ നോക്കിപ്പോയാൽ നമ്മൾ ഫെയിലായി പോകും. അത് മനസ്സിലാക്കണം. നമ്മളെപ്പോഴും പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരുടെ അടുത്ത് എന്നപ്പോൾ ഒറ്റ കാര്യമേ കണ്ടുള്ളൂ, എന്ത്? സൗന്ദര്യം, വേറെ ഒന്നും കണ്ടില്ല. ദൈവത്തിൻ്റെ പുത്രന്മാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദൈവം അവർക്ക് തുണയെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ അവർ തങ്ങൾക്ക് ബോധിച്ചവരെ. എന്താണ് അവർക്ക് ബോധിക്കാൻ കാര്യം? സൗന്ദര്യമുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് ബോധിക്കുന്ന ആളെ കണ്ടെത്തുന്നത് വാസ്തവത്തിൽ എന്താണ്? ഇറ്റ് ഇസ് വി ആർ സീക്കിംഗ് എ മെയ്റ്റ്. അതാണ് അവിടുത്തെ പ്രശ്നം. നമുക്ക് ബോധിക്കുന്നവരെ കെട്ടാനല്ല വേദോസം പഠിപ്പിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ദൈവം നിനക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന, അവിടെയാണ് നമ്മൾ സ്ലീപ്പ് ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്. നമുക്ക് ബോധിക്കുന്നത് കണ്ട് ബോധിക്കുന്ന, നമ്മുടെ കാഴ്ചയ്ക്കല്ലേ ബോധിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസിന് ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ, ഇപ്പോൾ അതല്ല, നല്ല ശമ്പളമുള്ള പെണ്ണിനെ നോക്കിയാണ് കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ളത്. പക്ഷേ റെസ്റ്റ് ഒന്നും എടുക്കത്തില്ല, പിന്നെ കൂടി രണ്ടുപേരും കൂടെ പണിയാണ് ഇല്ലേ? രണ്ടുപേരും കൂടെ പണിയുന്നത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ somehow we make money. ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കാൻ പറ്റത്തില്ല. അത് ഒത്തിരി ഹാർഡായി പോകും. ഹാർഡാകണം. എന്താ വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്? നമ്മൾ സ്ലീപ്പ് ചെയ്യുക, ഇണയെ നോക്കിപ്പോയി. ഞാൻ ഒരു ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടായ ഒരു സംഭാഷണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സംഭാഷണം ഇങ്ങനെയാണ്. ഭർത്താവ്
ഭാര്യയോട് ചോദിച്ചു, എടി ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ എന്നിൽ ഏറ്റവും മനോഹരമായിട്ട് നീ കണ്ടതെന്താ, എന്നെ കെട്ടണമെന്ന് തീരുമാനിക്കാൻ കാര്യം എന്താ? എന്നാൽ അവൾ പറഞ്ഞു, നിങ്ങളെന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ പുഞ്ചിരി കണ്ടപ്പോൾ എന്ത് മനോഹരമായ പല്ലുകളാ. അന്നേരം ഞാൻ ചിന്തിച്ചു, ഈ കെട്ടുകയാണ്, ഈ മനുഷ്യനെ കെട്ടണം. അപ്പോൾ ഇവൻ്റെ ഒരു ഇച്ചിരി ഒരു ഡിമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ചോദിച്ചു, അത് പോട്ടെ, എന്നെ കണ്ടപ്പോൾ എന്തോ നിങ്ങൾക്ക് ഇത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത്? എന്നോട് പറഞ്ഞു, നിൻ്റെ ആ കാർക്കൂന്തല്ല, ആ മുടിയെല്ലാം കൂടെ കണ്ടപ്പം ഞാൻ ചിന്തിച്ചു, കെട്ടുകയാണ്, ഈ പെണ്ണിനെ കെട്ടണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് രണ്ടുപേരോട് കെട്ടിയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് പറഞ്ഞു, മോളെ, ഈ എൻ്റെ പല്ല് വളരെ സുന്ദരമാണെങ്കിൽ അത് വെപ്പുവല്ല, ഇതിവിടെ വായി വെച്ചുകൊണ്ടിരിക്കുന്നത് രസവുമില്ല, ഞാനതങ്ങ് മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയാം, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മുടിയൂടെ അങ്ങ് മാറ്റി വെച്ചേക്കാമെന്ന്. അപ്പോൾ ഇണയെ തിരക്കി പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നതായ കാര്യം എന്താണെന്നറിയാമോ? കാഴ്ചയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചർ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു ദൗത്യമുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിർവഹിക്കണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കേണ്ടതിന്, ആ ദൈവോദ്ദേശം നിർവഹിക്കാനായിട്ട് ദൈവം എനിക്ക് തരുന്ന സ്ട്രെങ്തനറാണ് എൻ്റെ കൂട്ടാളി. നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ പോയി ഒരു ഇണയെ കണ്ടുപിടിക്കുന്നതോടെ നമ്മുടെ ദൗത്യം തീർന്നു. പിന്നെ ദൗത്യവും ഇല്ല, ഒന്നുമില്ല. സംഭവം എങ്ങനെങ്കിലും കുടുംബം എങ്ങനെങ്കിലും വലിച്ചു കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് കൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൽത്താ ഹേ, പോകുന്നു. കാര്യം എങ്ങനെങ്കിലും പുള്ളിങ്ങോൺ വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വലിച്ചുകൊണ്ട് പോകാനൊന്നും അല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഓരോ വിശ്വാസിയെക്കുറിച്ചും ഓരോ ദൈവ പൈതലിനെക്കുറിച്ചും ദൈവത്തിന് എന്തുണ്ട്? ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ആ ദൗത്യം നിർവഹിക്കണമെങ്കിൽ എന്തു വേണം? ദൈവം കൊടുത്തിരിക്കുന്ന, ദൈവം ഉണ്ടാക്കി കൊടുത്ത ഒരു തുണയെ കിട്ടണം. അതിന് ദൈവത്തെ അനുവദിക്കണം. അതിന് ദൈവം അത് ചെയ്യട്ടെ എന്ന് പറയണം. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അത് വെറുതെ പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ പല സമയത്തും ഒരു കള്ളം കല്യാണത്തിൻ്റെ കാര്യത്തിലെല്ലാം, കല്യാണക്കുറിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ കള്ളത്തിലടിച്ചു വെക്കുന്നത്. എല്ലാം പറഞ്ഞതിന് ശേഷം ഇന്നടത്ത് ഇന്നാരും എന്ന് പറഞ്ഞിട്ട് ദൈവേഷ്ടമായാൽ ഇവർ തമ്മിലുള്ള കല്യാണം, ദൈവേഷ്ടം എന്നുള്ളത് ആ കുറിക്കകത്ത് അടിച്ചിട്ടുള്ളതല്ലാതെ അവരന്ന് വരെ അത് തിരക്കിയിട്ടുമില്ല. അതുവരെ അവരവരുടെ ഇഷ്ടമാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. ഒടുവിൽ കുറി അടിച്ചപ്പോൾ ദൈവേഷ്ടമായാൽ വിച്ച് വിൽ be solemnized എന്ന് പറഞ്ഞുകൊണ്ട്, വാട്ട് ഈസ് ഇറ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉറക്കത്തിൻ്റെ ഒരു സ്റ്റേജ്. അപ്പോൾ ദൈവം ഉണ്ടാക്കി കൊടുക്കുന്ന, ദൈവം എന്ത് ചെയ്തു? ദൈവം ആദമിന് അവൻ്റെ വാരിയലിൽ നിന്ന് ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഹവ്വയെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വാരിയലിനെ ദൈവം, നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 20 ജനസിസ് ചാപ്റ്റർ 2:22 വായിക്കുമ്പോഴത്തേക്ക് വാരിയലിനെ ദൈവം സ്ത്രീ ആക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്ത്രീ ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വ്യക്തിയെ അല്ലെങ്കിൽ ഹവ്വയെ സൃഷ്ടിക്കുകയല്ല, എന്താണ്? സ്ത്രീ ആക്കി രൂപപ്പെടുത്തുകയാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ പുരുഷന് വേണ്ടിയും ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെളിപ്പെടുത്തി കിട്ടിയാൽ മതി. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ കാര്യം ഫലമേൽപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. കിടന്നുറങ്ങുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ? ഐഡിയലായിട്ട് കിടന്നുറങ്ങുന്നതല്ല, പീസ്ഫുള്ളായിട്ട്. ഐ ഡോണ്ട് കെയർ, ഗാഡ് നോസ് ദ ബെസ്റ്റ് ഫോർ മീ. എനിക്ക് ഉള്ള സ്ത്രീ ആരാന്നുള്ളത് ദൈവം അറിയാം, അവൻ കൊണ്ടുതരും. ഞാൻ ഇടയ്ക്ക് കയറി പണിയത്തില്ല എന്നൊരു പുരുഷൻ തീരുമാനിക്കുമ്പോഴാണ് ദൈവം അവൻ്റെ ഭാര്യയെ മുന്നിൽ കൊണ്ട് നിർത്തി തരുന്നത്. സോ വാരിയലിൽ നിന്നെടുത്തിരിക്കുകയാണ്. സ്ത്രീ ആദാമിൻ്റെ വശത്ത് നിന്നുള്ള വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. മാത്യു ഹെൻറി പറഞ്ഞൊരു വാചകം ഉണ്ട്. മാത്യു ഹെൻറി എഴുതിയൊരു വാക്കാണ്, അവനിലും വലിയവളാകുവാനായി അവൻ്റെ തലയിൽ നിന്നല്ല, അടിച്ചമർത്തപ്പെടുവാനായി അവൻ്റെ പാദത്തിൽ നിന്നുമല്ല, സമമായി നിൽക്കാൻ അവൻ്റെ വശത്ത് നിന്നും, സുരക്ഷയ്ക്കായി അവൻ്റെ കൈയുടെ ഉൾഭാഗത്ത് നിന്നും, സ്നേഹിക്കപ്പെടുവാനായി അവൻ്റെ ഹൃദയത്തിനടുത്ത് നിന്നും ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. നോക്ക്, സ്ത്രീക്ക് ആഗ്രഹമുള്ള, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയാണ്. ഒന്ന്, എന്താ? ഇക്വാളിറ്റി. തലയിൽ കയറ്റി വെക്കാനല്ല, ദൈവം വാരിയലിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തലയോട്ടിയിൽ നിന്നല്ല. ആയിരുന്നെങ്കിൽ തല കയറ്റി വെക്കായിരുന്നു. കാലിൻ്റെ അസ്ഥയിൽ നിന്നല്ല, അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്താമായിരുന്നു. വാരിയലിൽ നിന്ന്. അവിടെ 3 കാര്യങ്ങൾ മാത്യു ഹെൻറി പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? സമമായി നിൽക്കാൻ അവൻ്റെ വശത്ത് നിന്നും, സുരക്ഷയ്ക്കായി അവൻ്റെ കൈയുടെ ഉൾഭാഗത്ത് നിന്നും,
ഇഫ് വി വോണ്ട് ടു ഗിവ് സെക്യൂരിറ്റി ടു സംബഡി, വാട്ട് വി ഡു? നമുക്കൊരു കുഞ്ഞിനാണെങ്കിലും സെക്യൂരിറ്റി കൊടുക്കണമെങ്കിൽ ഒരാളുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴാണെന്ന് അറിയാമോ? വെൻ സംബഡി ഹഗ് അസ്. ആരെങ്കിലും നമ്മളെ ഹഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. ഒരു സ്ത്രീക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് ഹഗ് ചെയ്യപ്പെടുമ്പോഴാണ് സെക്യൂരിറ്റി. അപ്പോൾ ദൈവം അതിനുവേണ്ടിയാണ് കൈയുടെ ഉൾവശത്ത് നിന്നും സുരക്ഷയ്ക്കായി അവൻ്റെ കൈകളുടെ ഉൾഭാഗത്ത് നിന്നും സ്നേഹിക്കപ്പെടുവാനായി അവൻ്റെ ഹൃദയത്തിൻ്റെ അടുത്ത് നിന്നും. സോ എ വുമൺ ഈസ് ക്രിയേറ്റഡ് ഇൻ സച്ച് എ വേ that she is having security, she is getting secure feeling, love and equality. വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം സ്ത്രീയാക്കി നിർത്തിയ ഹവ്വായെ നോക്കി ആദാം പറയുന്ന ആദ്യത്തെ വാക്കെന്താണ്? ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത് രക്തബന്ധത്തേക്കാൾ ആഴമുള്ള ഒന്നാണ്. ഈ വേൾഡ് ക്ലാസിക്കുകളൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു പുരുഷന് സ്ത്രീയോടുള്ള സ്നേഹം പറയാനായിട്ട് ഇത്രയും ശക്തവും ഇത്രയും കൺസൈസ്ഡുമായിട്ടൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. നീ എൻ്റെ കണ്ണ കരള എന്നൊക്കെ പറയുന്നതൊക്കെ ഒത്തിരി നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മാത്രം വായിച്ചൊരു കാര്യമാണ്. മറ്റൊക്കെ കണ്ണാണ്, കരളാണ്, അങ്ങനെ 100 കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ വാട്ട് ഹീ സെയ്സ്, യു ആർ ഫ്ലഷ് ഔട്ട് ഓഫ് മൈ ഫ്ലഷ് ആൻഡ് ബോൺ ഔട്ട് ഓഫ് മൈ ബോൺ. യുനോ, ആ റിലേഷൻ്റെ തീവ്രതയാണ്, ബന്ധത്തിൻ്റെ ആഴമാണ് അവിടെ കാണുന്നത്. ശരിക്കും അത് മനസ്സിലാക്കാനായിട്ട് ആ പശ്ചാത്തലം ഒന്ന് വായിക്കണം. അതിനോട് ചേർന്ന് പറയുന്നത് അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലുള്ള അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ആ വാക്യമായിട്ട് ചേർന്ന് പഠിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, എന്നുള്ള ഒരു സംശയമാണ്, മനുഷ്യൻ്റെ എല്ലാം സംശയമാണ്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ നോർമലി ഈ പുരുഷൻ ഈ സ്ത്രീയുമായിട്ട് രക്തബന്ധമില്ല, ഉണ്ടോ? ഇല്ല, ഒരു രക്തബന്ധവും ഇല്ല. കല്യാണം കഴിക്കുന്ന സ്ത്രീയുമായിട്ട് അവനൊരു രക്തബന്ധവും ഇല്ല. എന്നിട്ടും 10 മാസം ചുവന്നു പറ്റ അമ്മയും രക്തം കൊടുത്ത് ജീവിപ്പിച്ച അപ്പനെയും സംരക്ഷിച്ച ഇവരെല്ലാം വിട്ടേച്ച് ആരുടെ പുറകെ പോകുന്നു? അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ ആളുകളെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്നൊരു പെണ്ണങ്ങോട്ട് വന്നതേ ഉള്ളൂ, നോക്കണേ, അവൻ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. എന്താ ഇതിൻ്റെ കാരണം? വേദോസ് എഴുത്തുകാരൻ പറയുകയാണ്, കാരണമുണ്ട്. എന്നാണെന്നറിയാമോ? ഇത് രക്തബന്ധത്തേക്കാൾ ആഴമുള്ള ബന്ധമാണ്. ഇത് അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നതുപോലെ ഇൻസെപ്പറബിളായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇത് രക്തബന്ധമല്ല, അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായിട്ടുള്ള ഒരു ബന്ധം. അതുകൊണ്ട് ഈ ആദാം പറയുന്ന ഈ വേർഡ്സ്, ഇറ്റ് ഈസ് എ ഡീപ്പ് എക്സ്പ്രഷൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ വലിയ ആഴമുള്ള ഒരു പ്രദർശനമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് കുടുംബ ബന്ധത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലവ്, സ്നേഹമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കുടുംബ ബന്ധം, അല്ലാതെ വേറെ ഒന്നും അതിന് അടിസ്ഥാനമില്ല. ഇറ്റ് ഈസ് ലവ്. എന്നാൽ ആ ആദ്യ കുടുംബ ബന്ധം ഒരു ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടിയിൽ ആരും ഉണ്ടായിരുന്നു? ദൈവവും ഭാഗഭാക്കായിരുന്നു. നമ്മൾ മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിക്കുമ്പോൾ കർത്താവ് അവിടെ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്. അവൾ നിൻ്റെ ഉടമ്പടിയുടെ ഭാര്യയാണ്. അത് ഞാൻ RSVയിൽ വായിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പെട്ടെന്നൊന്ന് പറയാനായിട്ട് പരിശ്രമിക്കാം. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യു ആസ്ക് വൈ ഡസ് നോട്ട്, ബിക്കോസ് ദ ലോർഡ് വാസ് വിറ്റ്നസ് ടു ദ കവനന്റ് ബിറ്റ്വീൻ യു ആൻഡ് ദ വൈഫ് ഓഫ് ദൈ യൂത്ത് ടു ഹും യു ഹാവ് ബീൻ ഫെയ്ത്ത്ലെസ് ദോ ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് യുവർ വൈഫ് ഓഫ് യുവർ കവനന്റ്. അവൾ നിൻ്റെ ഉടമ്പടിയുടെ ഭാര്യയാണ്. അവിടെ ഉടമ്പടി എന്നുള്ള വാക്ക് പലയിടത്ത് പറയുകയാണ്. Because the Lord was a witness to the covenant between you and the wife of your youth. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ ചെയ്ത ഉടമ്പടിക്ക് ഞാൻ ഒരു സാക്ഷിയായിരുന്നില്ലേ? ഇപ്പോൾ നീ ഫെയ്ത്ത്ലെസ് ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അരുണാചൽ പ്രദേശിലെ ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ബിൽഡിംഗ്, ആ വസ്തു വാങ്ങിച്ച സമയത്ത് അവിടെ സ്റ്റേറ്റിൻ്റെ വസ്തുക്കൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കുന്നതൊക്കെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതിൻ്റെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ തന്നെ പറ്റിയത്. ഓർഗനൈസേഷൻ്റെ പേരില്ല അത് വാങ്ങിച്ചത്. അപ്പോൾ അതിനകത്തെല്ലാം
ഈ അവരുടെ പഴയ ട്രൈബൽ സെറ്റപ്പ് അല്ലേ, അതിനകത്ത് ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് പറയുന്നത് അതിന് ഉള്ള വിറ്റ്നസ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിറ്റ്നസ് ചുമ്മാ പോയി ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ എന്തെങ്കിലും ഒരു വസ്തുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒപ്പിട്ടിരിക്കുന്ന ആളെ അവിടെ രജിസ്റ്റർ ഓഫീസിൽ വിളിച്ചു വരുത്തി അയാളുടെ മധ്യസ്ഥതയിൽ മാത്രമേ അതിൻ്റെ തർക്കം തീർക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കറക്റ്റ് എന്തൊരിതാണ് ഇല്ലേ? നോക്കുക, എന്നോ ഒരിക്കൽ നടത്തിയ ഉടമ്പടി, നിൻ്റെ യൗവനത്തിൽ നിൻ്റെ ഭാര്യയോട് നീ ചെയ്ത ഉടമ്പടിയിൽ ഞാനൊരു സാക്ഷിയായിരുന്നത് കൊണ്ട് ഇപ്പോൾ നീ ഉടമ്പടി തെറ്റിച്ചപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്. എന്തിന്? നിന്നോട് ചോദിക്കാൻ. അവിടെയാണ് ആ ഗോഡ്ലിനെസ്. When we get married, we are entering into a covenant relationship with your partner. It is wife and husband. ഭാര്യയും ഭർത്താവും. ഞാൻ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യ എന്ന് മാത്രം ചിന്തിക്കേണ്ട, ഭർത്താവ് എന്ന് പറയുമ്പോൾ എവ്രിവെയർ. ഇന്നിപ്പോൾ ഈ യുവത്വത്തിലെ ഭർത്താവിനോട് അവിശ്വസ്തരായിരിക്കുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? യുവത്വത്തിലെ ഭാര്യയുടെ കാര്യം അന്ന് സ്ത്രീകളൊക്കെ കുറച്ചുകൂടെ പാവങ്ങളായിരുന്നുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നിപ്പം അതിന് വിപരീതമായ നിലയിലും കാര്യങ്ങൾ നടക്കുന്നു. ബട്ട് റിമെമ്പർ, വെൻ യു ആർ മാരീഡ്, അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉടമ്പടി മാത്രമൊന്നും ആയിരുന്നില്ല. നിങ്ങളുടെ പാസ്റ്റർ, ഞാൻ കല്യാണം നടത്തുന്നുണ്ട്, കല്യാണം നടത്തുമ്പം വാട്ട് ഐ ഡു, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം ഒന്നാണ്, നമ്മൾ കൈപിടിച്ച് യോജിപ്പിക്കുകയാണ്. വെൻ ഐ ഡു ദാറ്റ്, ഞാനത് ചെയ്യുമ്പം അവിടെ നമ്മൾ വിറ്റ്നസസ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആരെയെങ്കിലും രണ്ടുപേരെ വിളിച്ചാൽ ഒപ്പിടിക്കുന്നു. അവരെ പിന്നെ കണി കാണാൻ കിട്ടത്തുപോലുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവരെ ഒന്നും വിളിച്ചൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? അരുണാചലിലെ കാര്യം പറഞ്ഞതുപോലെ എന്താണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ വിറ്റ്നസിനെ വിളിക്കും. അത് രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട ആളല്ല, രജിസ്ട്രേഷൻ ബുക്കിനകത്ത് ഒപ്പിട്ട ആളല്ല. ആരാണ് അതിൻ്റെ സാക്ഷിയായി വന്നിരിക്കുന്നത്? അദൃശ്യനായ ദൈവം അദൃശ്യമായി ഒരു സാക്ഷിയായി നിൽക്കുക ആയതുകൊണ്ട് വെന്നെവർ യു ആർ ഫെയ്ത്ത്ലെസ്, എപ്പോൾ നിങ്ങൾ അവിശ്വസത കാണിക്കുന്നു അപ്പോഴെല്ലാം ആരിറങ്ങി വരും? സാക്ഷി ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. ഓർത്തോണം. അതുകൊണ്ടാണ് വിവാഹ ഉടമ്പടി, ഇറ്റ് ഈസ് എ കവനന്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് വൈഫ്, ബട്ട് ഗാഡ് ഈസ് ദ വിറ്റ്നസ്. അതുകൊണ്ടാണത് മുപ്പിരിച്ചരട് അറ്റുപോകയില്ല എന്ന് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചു പോകുന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഈ സഭാപ്രസംഗിയുടെ ഈ പുസ്തകത്തിലെ ഈ വേദഭാഗം പറയുന്നത് മാരേജിനെ കുറിച്ചാണ്. പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇറ്റ് സെയ്സ് അബൌട്ട് മാരേജ്. എന്താണ് പറയുന്നത്? ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായക കൊണ്ട് അവനയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല. എവ്രിതിങ് ഇറ്റ് സെയ്സ് അബൌട്ട് എ മാരീഡ് ലൈഫ്. കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് അവിടെ ശരിക്കും പറയുന്നത്. അവിടെ 6 കാര്യങ്ങൾ ശരിക്കും പറയുന്നുണ്ട്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇറ്റ് സെയ്സ് അബൌട്ട് എസെൻഷ്യൽ പാർട്ട്ണർഷിപ്പ്. 9-ാമത്തെ വാക്യോടെ പറയുന്നതാണ്, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. വി ആർ എൻറ്ററിങ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. നമ്മൾ കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിക്കും നമ്മൾ പങ്കാളിത്തത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പങ്കാളിത്തത്തിലേക്ക്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാതെ എന്താ, രണ്ടും രണ്ടല്ല. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോഴത്തേക്ക്, ഇപ്പം അമേരിക്കയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ അളിയന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ പറഞ്ഞു, അമേരിക്കയിലെ പിള്ളേരൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയ നോട്ടവും കാര്യങ്ങളൊക്കെ? എന്നെ പറഞ്ഞു, അതേ അമേരിക്കയിലെ നിയമം അനുസരിച്ച് 2 മാസം കഴിഞ്ഞിട്ട് അവൾ മാറിപ്പോയി വേറെ എവിടത്തിലൂടെ പോയാലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം പകുതിയും കൊണ്ടേ അവൾ പോകുള്ളൂ. അപ്പോൾ അവർ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദെയർ വെൽത്ത്. പാർട്ട്ണർഷിപ്പാണ്. അങ്ങനെ പകുതിയും കൊണ്ട് പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ബട്ട് സ്റ്റിൽ റിമെമ്പർ, എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പാണ്. പോകാനല്ല നമ്മൾ കൂടുന്നത്, അതൊരിക്കലുമല്ല. എന്തിനു വേണ്ടിയാണ്? ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പിരിയാൻ വേണ്ടിയല്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരുന്ന ഒരു ഫാമിലി ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഗതി കേട്ട് ഇവൻ എപ്പോൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അടുത്ത് വന്ന് പറയുന്നതെല്ലാം, സാജി ഒരു കാര്യം ചെയ്യുക, എനിക്കൊരു ഡിവോഴ്സ് വാങ്ങിച്ചതാ, എനിക്ക് അവളോട് ജീവിക്കാൻ വയ്യ, ഒരു ഡിവോഴ്സ് വാങ്ങിച്ചതാ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ ജോലി അതല്ല. ഡിവോഴ്സിന് വേണ്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ട്, നിനക്ക് പരിചയമില്ല, ഞാൻ നല്ല അഡ്വക്കേറ്റ്സിനെ പറഞ്ഞുതരാം. കാര്യം എൻ്റെ ജോലി എന്താണ്? പിരിക്കുക എന്നുള്ളതല്ല, എൻ്റെ ജോലി യോജിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് പിരിക്കാനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ നിനക്ക് പിരിഞ്ഞാലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്തോ ചെയ്യാനാ? എനിക്ക് പറ്റത്തില്ല. നിനക്ക് വേണമെങ്കിൽ ഞാനൊരു അഡ്വക്കേറ്റിനെ
കാണിച്ചു തരാം. അല്ലാതെ എന്തോ ചെയ്യുന്നത്? പിരിയാൻ വേണ്ടിയല്ല, ഏറ്റവും ഒടുവിൽ ആഗ്രഹത്തിലൊന്നുമല്ല. അവരിപ്പോഴും നന്നായിട്ട് നന്നായിട്ടല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. നന്നായിട്ടാണോ ഇല്ലയോ എന്നറിയത്തില്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ സേ, എന്താ, പിരിയാൻ വേണ്ടിയല്ല നമ്മൾ യോജിക്കുന്നത്. പങ്കാളിത്തത്തിലേക്ക് ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നും പങ്കാളിയാണ്. ഹീസ് എ പാർട്ട്ണർ. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളുടെ പാർട്ട്ണർഷിപ്പിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. പാർട്ട്ണർഷിപ്പ്. അവിടെ പിന്നെ പ്രവർത്തിക്കുന്ന ഒന്നിച്ചാണ്. ആദാമും ഹവ്വായും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് തോട്ടം കാക്കാൻ ആരെയാക്കുകയാണ്? അവരെയാക്കുകയാണ്. ബോത്ത് ഓഫ് ദം ആർ വർക്കിംഗ് ടുഗെദർ. കുടുംബബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ചാണ് പ്രവർത്തനം, ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഒരു എസൻഷ്യൽ പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലാണ് നമ്മൾ ആദ്യമായിട്ട് അതിനെ കാണുന്നത്. ഇനി അതുതന്നെയല്ല, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. ദേ ആർ വർക്കിംഗ് ടുഗെദർ, അല്ലേ? രണ്ടുപേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് എങ്ങനെ ആണ് അത് ഈസി ആയിത്തീരുന്നു? രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോഴത്തേക്ക് ഇപ്പം ഈ മേശ മേ ബി ടേക്ക് എ ബിഗ് ടേബിൾ, കുറച്ച് ഒരു ഡൈനിങ് ടേബിളാണെന്ന് വെക്കുക. ഈ ഡൈനിങ് ടേബിൾ ഇവിടെ കിടക്കുകയാണ്. ഇതും കൊണ്ട് താഴെ എന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ സ്മോൾ ടേബിൾ, ബട്ട് ഇഫ് യു കൺസിഡർ എ ബിഗ് ടേബിൾ, ഒരു വലിയൊരു ടേബിൾ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടുപേര് കൂടി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നു, അല്ലേ? എന്നാൽ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശ്രമിച്ചാൽ അത് ഒരിക്കലും നടക്കത്തില്ല. ഇതുപോലെയാണ് വിവാഹബന്ധം. പക്ഷെ ഒരുമ വേണം. ഒരാളിങ്ങനെ ഒരു ടേബിള് പുറത്തോട്ട് ഇറക്കാനായിട്ട് നോക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. അവനിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ വഴിയെ കൂടെ ഒരുത്തം പോകുന്ന കണ്ടു. എന്തുവാ? ഓ, താനിങ്ങോട്ട് വന്നേ, ഒന്ന് സഹായിച്ചേ എന്ന് പറഞ്ഞു. അയാളും വന്ന് ടേബിളിനെ പിടിച്ചു. 1/4 മണിക്കൂർ ഇവർ പിടിച്ചു കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല? മേശ അവിടെ തന്നെ നിൽക്കുക. ഉടനെ അകത്ത് നിന്ന ആൾ പറഞ്ഞു, ഷോ, നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് 1/2 മണിക്കൂർ ഇത് പിടിച്ചിട്ടും ഇതൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. എന്നെ മറ്റേ പുള്ളി ചോദിക്കുക, ആഹാ, താനിത് പുറത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു, ഞാൻ ഇത് അകത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുകയായിരുന്നു. അപ്പോൾ പറ്റുന്ന പലപ്പോഴും എന്താണ് ഈ കാര്യങ്ങൾ നടക്കാത്തതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൺനെസ് ഇല്ല, ഒരുമയില്ല. ഒരു ഫാമിലി ലൈഫിൽ എന്താണ്, രണ്ടുപേര് കൂടുമ്പോൾ അവളുടെ പ്രയത്നം വളരെ വലുതായി തീരുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ ഉയർന്ന പ്രതിഫലം. അത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പല മടങ്ങ് കാര്യങ്ങൾ അവർ ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസൻഷ്യൽ ഹെൽപ്പ്, എസൻഷ്യൽ ഹെൽപ്പ്, എസൻഷ്യൽ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇറ്റ് എസൻഷ്യൽ ഹെൽപ്പ്. അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ഒരുവൻ വീണാൽ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഒരുത്തൻ വീണാൽ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്ക കൊണ്ട് അവന് അയ്യോ കഷ്ടം. ഒരുത്തൻ വീണാൽ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഇറ്റ് ഈസ് എസൻഷ്യൽ കംഫർട്ട്. ഒരാൾ വീഴുകയാണ്, കുടുംബജീവിതത്തിൽ ഒരാൾക്കൊരു പരാജയം ഉണ്ടാകുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാകുകയാണ്. അയാളുടെ ഓഫീസ്, ഭർത്താവിൻ്റെ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അവൻ ആകെപ്പാടെ തകർന്നിരിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു കംഫർട്ട് കൊടുക്കാനാണ് ഭാര്യ, കംഫർട്ട് കൊടുക്കുക. അങ്ങനെ മുഖമൊക്കെ വളരെ കണ്ണുമൊക്കെ നിറഞ്ഞ് കണ്ണുമൊക്കെ ചുമന്ന് മൂക്കുമൊക്കെ ഇങ്ങനെ ചുമന്ന് സന്ധ്യ ആയപ്പോഴത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഭർത്താവ് ഭാര്യ ചോദിച്ചു, എന്താ പറ്റി? ഓ, എന്തോ പറയാനാടി, ആ ബോസ് അയാൾ എന്നെ ചീത്ത വിളിക്കുന്നതിന് കണക്കും കഴിവില്ല. ഓ, എത്ര നാളായിട്ട് ഞാനിത് സഹിക്കുന്നു. എന്നെ ഭാര്യ ഇവിടെ പറയാമെന്ന് വെച്ചാൽ, ആ നിങ്ങളെ പിന്നെ ആരാ ചീത്ത വിളിക്കാത്തത്? നിങ്ങൾക്ക് വല്ല ബോധമോ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, എസൻഷ്യൽ കംഫർട്ട് അല്ല. മനസ്സിലാകണം. എന്തിനാണ് വിവാഹം? വിവാഹം എന്ന് പറയുന്നൊരു എസൻഷ്യൽ കംഫർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കംഫർട്ടാണ്. എന്നാൽ ഭാര്യ പറയാണ്, ഓ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അയാളെ ബോസാക്കിയവൻ ആരാന്നാണ് എൻ്റെ ചിന്ത. ഓ, അയാൾക്ക് വല്ലതും വിവരമുണ്ടോ? നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും യുവമാർക്കൊക്കെ ഒരു അസൂയയുടെ ഭാഗമാണെന്നേ എന്ന് ഭാര്യ പറയുകയാണെങ്കിൽ ഭർത്താവിന് എന്തുണ്ടായി? ഒരു കംഫർട്ടുണ്ടായി. എനിക്കറിയാമല്ലോ നിങ്ങൾ വളരെ ഭംഗിയായിട്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളെന്ന്. ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. എന്നാലും എസൻഷ്യൽ കംഫർട്ട്, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു എസൻഷ്യൽ പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടായ്മ. രണ്ടാമത്തെ എന്താണ്? എസൻഷ്യൽ ഹെൽപ്പ്, ഒരുമിച്ച് ചെയ്യണം.
മൂന്നാമത്തത് എസൻഷ്യൽ കംഫർട്ട്. അല്ലേ? ഭാര്യയെ ആരെങ്കിലും വന്ന് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഭർത്താവ് എന്ത് പറയണം? അതെനിക്കറിയാം, നീ പറഞ്ഞതല്ല, നീ അങ്ങനെ തെറ്റ് പറയുന്ന ആളല്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടാകുന്നൊരു കംഫർട്ട്. അല്ലേ? അന്യോന്യം കംഫർട്ട് ചെയ്യുന്നതായിരിക്കണം. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ എന്ത് കുടുംബജീവിതം എന്ന് പറയുന്നത്. അന്യോന്യം കംഫർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്റ്റേജ്. അടുത്തത്, 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും. ഒരു എസൻഷ്യൽ ഫെലോഷിപ്പാണ്. എസൻഷ്യൽ ഫെലോഷിപ്പ്. അവർ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എന്താണ്? ആ ഒരു വാംത്, കുളിർ മാറുക, ഒരു വാംത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരു ചർച്ചിൽ വെച്ച് ഞാനിങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ, ഈവൻ ഗുഡ് ന്യൂസിലെ അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതിയിരുന്നു. മിഖയുടെ പ്രവചനത്തിൽ, മിഖ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ പ്രവാചകനാണ്. യെശയ്യാവിൻ്റെ സമകാലീനനാണ്. യെശയ്യാവ് ടൗണിലെ പ്രവാചകനായിരുന്നതുകൊണ്ട് ഈ ടൗണിലെ കള്ളത്തരങ്ങളൊക്കെ കണ്ട അങ്ങേര് വളർന്നത്. അതുകൊണ്ട് ടൗണിലെ കള്ളത്തരങ്ങൾ കാണുമ്പോൾ അങ്ങേർക്ക് അത്രയും വേദനയില്ല, കാര്യം ഒത്തിരി കണ്ടല്ലേ വളർന്ന്. പക്ഷേ മിഖ പ്രവാചകൻ ടൗണിൽ വന്നപ്പോഴത്തേക്ക് അയാൾ ഈ കള്ളത്തരങ്ങളൊന്നും കാണാഞ്ഞതുകൊണ്ട് അയാൾക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അയാൾ ചോദിക്കുക, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? രാത്രിയിൽ കിടക്കമേൽ ദോഷം നിരൂപിക്കുന്നു. മിഖയുടെ പ്രവചനം 2-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് പകല് നേരം വെളുക്കുമ്പോൾ തന്നെ അത് ചെയ്യുന്നു. നിങ്ങളെ ദൈവം വെറുതെ വിടത്തില്ല. നിങ്ങൾ എൻ്റെ സഭയുടെ അല്ലെങ്കിൽ ഇസ്രായേലിലെ സാധാരണക്കാരായ പാവങ്ങളോട് നിങ്ങൾ ദോഷം നിരൂപിക്കുന്നതുകൊണ്ട് ഞാനും നിങ്ങൾക്കെതിരായി ദോഷം നിരൂപിക്കും. എനിക്ക് കഴിവുള്ളതുകൊണ്ട് ഞാനും ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് ഞാനും ചെയ്യും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന 1-2 വാക്കുകൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, നിങ്ങൾ നിർഭയരായ ജനങ്ങളെ, അവരുടെ നിർഭയരായ സ്ത്രീകളെ അവരുടെ സമാധാന ഭവനങ്ങളിൽ നിന്ന് ഇറക്കി വിടുന്നു. മുകളിൽ എഴുതിയിരിക്കുന്ന വാക്ക്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത്, നിങ്ങൾ നിർഭയരായി യുദ്ധവിമുഖരായിരിക്കുന്നവരുടെ ദേഹത്ത് നിന്ന് നിങ്ങൾ പുതപ്പ് വലിച്ചു കളയുന്നു. ആ പുതപ്പ് വലിച്ചു കളയുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗം എനിക്ക് ഒത്തിരി സ്വാധീനിക്കപ്പെട്ടു. നമുക്ക് തണുക്കുന്ന സമയത്ത് നമുക്ക് എന്താ ആഗ്രഹം? ഈ പുതപ്പിനകത്ത് ഇങ്ങനെ അങ്ങ് കയറി, പുതപ്പിനകത്ത് നിന്ന് നമ്മുടെ കാലോ വല്ലം വെളിയിലോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു ഡിസ്കംഫർട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പുതപ്പിനകത്ത് ചുരുണ്ടുകൂടി കിടക്കാനുള്ള ഒരു വലിയൊരു മോഹം, കുളിര് മാറുന്ന ഒരു സ്റ്റേജ്. ഇതാ ഒരു ഭവനത്തിൽ നിന്നും ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തിൽ നിന്ന്, എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇതിനകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ മനസ്സില്ലാത്തൊരു സ്റ്റേജ്, ഇത് കളഞ്ഞേച്ച് പോകാൻ മനസ്സില്ലാത്തൊരു സ്റ്റേജ്. ഇപ്പോൾ വന്നു പക്ഷേ നേരെ തിരിച്ചാണ്. എങ്ങനെ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നെന്നുള്ള പേടിയിലാണ് നമ്മൾ, ഇല്ലേ? മിക്ക ഭവനങ്ങളിലും ഭാര്യയ്ക്ക് പിന്നെ വീട്ടിലിരുന്നാലല്ല പറ്റുള്ളൂ, ഭർത്താവിന് ചെല്ലുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയാനിരിക്കുന്നത് എന്നുള്ള പേടിയിലാണ് മിക്ക ഭർത്താക്കന്മാരും. കുഞ്ഞുങ്ങൾക്ക് അപ്പനെ പേടി, മക്കൾക്ക് അമ്മയെ പേടിച്ച് അടുത്ത വാക്ക് എന്താണെന്നുള്ളൊരു പേടിയാണ്, അടുത്തെന്തോ സംഭവിക്കാൻ പോകുന്ന പേടി. പക്ഷേ വാസ്തവത്തിൽ എന്താ ആവശ്യമായിരിക്കുന്നത്? ഒരു സമാധാന ഭവനം. ആ സമാധാന ഭവനം എന്ന് പറയുന്ന ഒരു പുതപ്പ് പോലെയാണ്. വിവാഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു പുതപ്പ് പോലെയാണ്. എൻ്റെ കുളിര് മാറ്റുന്നൊരനുഭവം, എൻ്റെ തണുപ്പ് മാറ്റുന്ന ആ വാംത്ത് നൽകുന്നൊരനുഭവം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത് അതാ. ഒരു ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കൊടുക്കേണ്ടത് എന്താണ്? വിട്ടുപോകാൻ മനസ്സില്ലാത്ത നിലയിൽ നിങ്ങളോട് പറ്റിച്ചേർന്നിരിക്കുന്ന മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പനെയും അമ്മയും വിട്ടുപോരിയാൻ മനസ്സില്ലാതെ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്ന മക്കൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പം അങ്ങനെയല്ല, വല്ല വിധേനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പിള്ളേർ ശ്രദ്ധിക്കുന്നത്, ഇല്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് ആ വാംത്ത്, ആ ഒരു ഊഷ്മളത ഭവനത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. 2 പേര് ഒരുമിച്ചാകുമ്പോൾ കുളിർ മാറുന്നു. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെ കുളിർ മാറും എന്ന് ചോദിക്കുമ്പോൾ ആ വാംത്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ ഒരു ഊഷ്മളത. ഇനി അതല്ല, അടുത്തത്, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും ചേർന്ന് അവനോട് എതിർത്ത് നിൽക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ സ്ട്രെങ്ത്. ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ, കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യ ഒരുത്തൻ കുറ്റം പറയുന്ന കേൾക്കുമ്പം കുറ്റം പറയുന്നവൻ്റെ കൂടെ നിന്ന് ഞാനിവിടെ കുറ്റം പറയുന്നതല്ല. എൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുമ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ് മടുത്തെൻ്റെ അച്ചായ എന്ന് പറയുന്നതല്ല.
എന്ന് പറയുന്നതല്ല ഇവിടെ പറയുന്നത്. ഒരാളോട് ഒരാൾ എതിർത്താൽ 2 പേർക്ക് ഒരുമിച്ച് അവരോട് എതിർത്ത് നിൽക്കാനായിട്ട് പറ്റും. മറ്റേതല്ല, ഒരുത്തൻ വീണാൽ എഴുന്നേൽപ്പിക്കും. എസൻഷ്യൽ ഹെൽപ്പ്. നിങ്ങളുടെ പങ്കാളിക്ക് ഒരു പാളിച്ച പറ്റിയാൽ നിങ്ങളുടെ ജോലിയാണ് ആ പാളിച്ചയിൽ നിന്ന് അയാളെ അല്ലെങ്കിൽ അവളെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത്. ചവിട്ടി താഴ്ത്താനല്ല, എഴുന്നേൽപ്പിക്കുക. ഇതാണ് കുടുംബ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. പങ്കാളി വീഴുമ്പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കുക. പങ്കാളിയെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരുമിച്ച് നിന്ന് എതിർക്കുക. അടിയും പിടിയും അല്ല ഞാനിവിടെ പറയുന്നത്. എന്ത്? നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ്. അതിൻ്റെ ആ ഐക്യത, ഇൻറ്റഗ്രിറ്റി, ഒരു കുളിര് മാറുന്ന ഒരു സ്റ്റേജ്. ശരിക്കും ഞാൻ ആ ഗുഡ് ന്യൂസിൽ എഴുതിയത് ചർച്ചിനെ കുറിച്ചാണ്. ചർച്ചും ഇതുപോലെ തന്നെ ആയിരിക്കണം. ചർച്ചിലും ഇതുപോലെ തന്നെ എന്താണ്, ഒരു പുതപ്പ് പോലെ ആയിരിക്കണം സഭ. പണ്ടൊക്കെ സഭായോഗം തീർന്നാലും ആരും പോകത്തില്ല, ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നാ ഒരു ഫെലോഷിപ്പ്, അന്യോന്യമുള്ള സ്നേഹം, പിന്നെയും വർത്തമാനം പറഞ്ഞ് സ്നേഹം. ഇന്നും ചുറ്റിപ്പറ്റി നിൽക്കും. ജനറൽ ബോഡി ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ല, ആ സ്നേഹത്തിൻ്റെ ആ വാംത്ത്, പ്രത്യേകിച്ച് ഇത് പ്രധാനമായിട്ടിരിക്കുന്നത് കുടുംബത്തിലാണ്. എന്നാൽ അവസാനത്തെ വാക്യം എന്താണ്? മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല എന്നാണ്. എസൻഷ്യൽ ഗാഡ് സെൻറ്റേർഡ്നെസ്, ദൈവ ബന്ധത്തിലുള്ള ആ കുടുംബ ബന്ധത്തിലുള്ള ഒരു ഗാഡ് സെൻറ്റേർഡ്നെസ്. ദൈവമാണ് ഒരു 3 സ്ട്രാൻഡഡ് കാർഡ്. അതാണ് 2 പിണി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു കയറ് പിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് അഴിച്ചു പോകാം, പെട്ടെന്ന് ഒഴിച്ചു പോകും. പക്ഷെ 3 മണിയായി കഴിയുമ്പോഴത്തേക്ക് സംഗതി അങ്ങ് മാറി, ഇല്ലേ? സംഗതി മാറി. നമ്മൾ പിള്ളേർ മുടി പിന്നുമ്പോഴും എന്താണ്, 3 പിണിയിട്ടാണ് പിന്നുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ 2 അങ്ങോട്ടും ചുമ്മാ ചുറ്റി വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇനി അതിനുള്ള ടെക്നിക്ക് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ആവശ്യമായിരിക്കുന്നത്? ആ ദൈവത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ഗാഡ്. അതാണ് മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് പറയുമ്പോൾ. ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് വാസ്തവത്തിൽ ഈ ദൈവിക ഉടമ്പടിയുടെ ചട്ടങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ദൈവം ഉടമ്പടി ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവികമായി നമ്മൾ കുടുംബം പണിയുകയാണെങ്കിൽ നമുക്കെന്ത് സംഭവിക്കത്തില്ല, ഒരിക്കലും കുടുംബബന്ധം തകർന്നു പോകുന്നില്ല. പക്ഷേ ദൈവം പണിത കുടുംബം നിലനിൽക്കണമെങ്കിൽ ഒന്നാമത് ദൈവിക നിയമങ്ങളെ നമ്മൾ പാലിക്കണം. എന്താണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ? ഒരുപക്ഷെ വിവാഹബന്ധത്തെക്കുറിച്ചുള്ള ഒത്തിരി നിയമബന്ധങ്ങൾ, ഒത്തിരി ഉടമ്പടിയുടെ ചട്ടങ്ങളെക്കുറിച്ച് വേദോസം പറയുന്നുണ്ടായിരിക്കും. എങ്കിലും അതിൻ്റെ എസൻസ് ആ ആദ്യ വിവാഹത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എസൻസ് അവിടെ തൊട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ ഒരൊറ്റ വാക്യത്തിൽ തന്നെ ശരിക്കും അതിൻ്റെ അടിസ്ഥാന ഘടകം കിടപ്പുണ്ട്. ഒന്നാമത് ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ ദൈവിക കൽപ്പനയാണ് എന്ത്? വിവാഹത്തിൽ അവൻ അപ്പനെയും അമ്മയെയും വിട്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ലീവിങ്, ഭാര്യയോട് പറ്റിച്ചേരും, ക്ലീവിങ്, ആൻഡ് ദേ ഷാൽ ബിക്കം വൺ, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പം കുടുംബജീവിതത്തിലെ അടിസ്ഥാനപരമായ 3 തത്വങ്ങൾ ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ് എന്നുള്ളതാണ്. വിടുക, പറ്റിച്ചേരുക, ഒന്നായിത്തീരുക. ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ്. വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളെല്ലാം അങ്ങനെയാണ്. ലീവിങ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല, വിട്ടുകളയാതെ. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്? നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇതുപോലെ ഒരു ലീവിങ്ങിൻ്റെ ഒരവസ്ഥ ശരിക്കും വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അതാണ് ഈ വാക്യം പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നത്. അത് പുതിയ നിയമത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലും അത് ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സൃഷ്ടിച്ചവൻ
ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെങ്കിലും അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. എഫെസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ, 5-ാം അധ്യായം നമ്മൾ എപ്പോഴും കല്യാണ സമയങ്ങളിലും മറ്റും വായിക്കുന്ന വേദഭാഗമാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. കാര്യം ഇത് ദൈവിക നിയമമായതുകൊണ്ട് ഇതെല്ലായിടത്തും വിവരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊരു ദൈവിക നിയമമാണെന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷേ ഇതാണ് അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതാണ് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്നതായ കാര്യം. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ്. ലിവിങ്, വിടുക. ആരെ വിടണം? എന്ത് വിടണം? അപ്പനെയും അമ്മയെയും വിട്ട്. കേൾക്കുമ്പം അല്പം പ്രയാസം തോന്നാം, പക്ഷെ അതൊരു ഫാക്റ്റാണ്. എന്നാൽ ചിലർക്ക് സന്തോഷവുമാണ്. അപ്പനെയും അമ്മയും വിട്ടെന്ന് പറയുന്ന ചിലർക്ക് അങ്ങ് സന്തോഷവുമാണ്. പക്ഷെ വിടുക എന്ന് പറയുന്നതും ഉപേക്ഷിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വേദപുസ്തകം അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കാൻ അനുവദിക്കുന്നില്ല, വിടാനേ അനുവദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കെല്ലാം സന്തോഷം അപ്പനെയും അമ്മയും അങ്ങ് വിടാൻ. ഫ്രീ ആയല്ലോ, അവരെ എവിടെയെങ്കിലും ആക്കിയാൽ മതിയല്ലോ, ആരെങ്കിലും നോക്കിയാൽ മതിയല്ലോ, ഇല്ലേ? പക്ഷെ അത് വേദപുസ്തകത്തിൻ്റെ നിയമമല്ല. വേദപുസ്തകത്തിൻ്റെ നിയമം അപ്പനെയും അമ്മയും ഉപേക്ഷിക്കാനല്ല. എന്താണ്? അപ്പനെയും അമ്മയും വിടുക. അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ എഫെസ്യ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? 2-ാം വാക്യം മുതൽ, ഈ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അല്ലേ? സോ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ അപ്പനെയും അമ്മയും വിടാനായിട്ട് എനിക്ക് പറ്റത്തില്ല, അത് ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. അത്രയും വലിയ പുണ്യം ലോകത്തിൽ വേറെ ഒന്നും ഇല്ല താനും. അപ്പനെയും അമ്മയെ നോക്കുന്നതിനേക്കാളും വലിയ പുണ്യം ഒന്നും ലോകത്തിൽ ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം സുവിശേഷ വേലയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതുമല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? എന്നാൽ നിനക്ക് ഉപകാരമായി വരേണ്ടത് ഖുർബാൻ എന്ന് പറഞ്ഞാൽ നീ എന്താണ്? നിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുവല്ലോ. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട പൈസ സുവിശേഷ വേലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നീ അപ്പനെ അമ്മയെ നോക്കുന്നതിൽ ഒഴിവായിരിക്കുന്നുവെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുവല്ലോ. പരീക്ഷന്മാർ പഠിപ്പിച്ച കാര്യമാണ്. ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പപ്പായ്ക്ക് തരാനായിട്ടൊരു 5000 രൂപ വെച്ചിരുന്നതാണ്, എന്നാൽ അതേസമയം UPF-കാർ ഒരു ക്രൂസൈഡ് നടത്തുന്നു പറഞ്ഞു, എന്നാൽ പിന്നെ അതിന് കൊടുത്തേക്കാമെന്ന് വെച്ചു, അതുകൊണ്ട് പപ്പായ്ക്ക് തരാൻ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് UPF-കാരെ നിങ്ങൾ ആ കാശ് വാങ്ങിക്കരുത്. ഞാൻ UPF-ൻ്റെ കാര്യമൊന്നും പറഞ്ഞതല്ല, എല്ലാവരുടെയും കാര്യം പറഞ്ഞതാണ്. നമ്മുടെ എന്തെന്നറിയാമോ? സുവിശേഷ വേലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് വലിയ ആൾക്കാരെന്ന്. അതിനേക്കാളൊക്കെ വലിയ ആളുകളാണ് ആര്? അപ്പനെയും അമ്മയും നോക്കുന്ന വ്യക്തികൾ. കർത്താവ് നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. എന്നാൽ നിനക്ക് ഉപകാരമായി വരേണ്ടത്, ആർക്ക്? അപ്പനും അമ്മയ്ക്കും ഉപകാരമായി വരേണ്ടത് ഖുർബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പള്ളിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയി എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. നോ. നമ്മൾ പ്രോവേർബ്സിൽ സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ആ വാക്യം ഒന്ന് വായിക്കേണ്ട വാക്യമാണ്. 30-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്നു. നോക്ക്, അപ്പനെ പരിഹസിക്കുകയും, നിങ്ങളൊക്കെ വീട്ടിൽ വായിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് വായിക്കണം. അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇതാണ്. എന്ത്? അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് വേദോസം പഠിപ്പിക്കുന്നില്ല, അപ്പനെ അമ്മയെ വിടാനേ പറയുന്നുള്ളൂ. നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കണം. എനിക്കിപ്പോഴും നമ്മുടെ കണ്ണുനീരുണ്ടാകുന്ന ഒരു വലിയ സന്ദർഭം ക്രൂശിൽ നടക്കുന്നുണ്ട്. ക്രൂശിൽ യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അതിന് മുമ്പ് യേശു കർത്താവ് ഉറപ്പുവരുത്തിയൊരു കാര്യമുണ്ട്. കാൽവറി ക്രൂശിൽ അതിൻ്റെ കാൽക്കീഴെ നിൽക്കുന്ന അവൻ്റെ സ്വന്തം അമ്മ മറിയയെ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് സമാധാനത്തോടെ യേശു മരിച്ചത്.
ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ ശിഷ്യൻ അവൻ്റെ അമ്മയെ ചേർത്ത് കൊണ്ടു. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചില്ലെങ്കിലും അപ്പനെയും അമ്മയെയും വിടണം. ലീവിങ് ആൻഡ് അബാൻഡനിങ്, ദീസ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. യു നീഡ് ടു ലീവ് യുവർ ഫാദർ ആൻഡ് മദർ, ബട്ട് യു ക്യാൻ നെവർ അബാൻഡൻ യുവർ ഫാദർ ആൻഡ് മദർ. വിവാഹം വരെ എന്താ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം വരെ അപ്പനും അമ്മയുമായിരുന്നു നമ്മുടെ ഒബ്സഷൻ എന്ന് പറയുന്നത്. ആയിരിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അപ്പനോടോ അമ്മയോടോ ഈ പറയുന്ന സ്നേഹമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ എഞ്ചിനീയർ, അവൻ്റെ കൂട്ടുകാരൻ്റെ മോൻ, അവന് ഒരു IT ഫീൽഡിലാണ്, ഒരു കമ്പനി ജോലി കിട്ടി. 40,000 രൂപ ആ മാസം ശമ്പളം. ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോഴത്തേക്ക് അടിച്ച് പൊളിച്ച് ഏറ്റവും കൂടിയ മൊബൈൽ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നെ ഒരു പാർട്ടിയെല്ലാം നടത്തി അവൻ പൈസ എല്ലാം കൂടെ തീർത്തു. എന്നാൽ എൻ്റെ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, എടാ മോനെ, നിനക്ക് ഇത്രയും ശമ്പളം കിട്ടിയതല്ലേ, നിൻ്റെ അമ്മയ്ക്ക് നീ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തോ? ഓ, എന്തിനാ അങ്കളെ, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്, അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്. അത്രയേ ഉള്ളൂ ഇന്ന് പിള്ളേരുടെ അറ്റാച്ച്മെൻറ്റ്. എന്തുകൊണ്ടാണ്? ഭവനത്തിൽ അത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഭവനത്തിൽ അവൻ അത്രയൊക്കെ കണ്ടുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം അമ്മയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അമ്മയ്ക്ക് എന്തോ ഇല്ലായികയുണ്ടെന്നാണ്. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അമ്മയ്ക്ക് സാരി ഇല്ലയോ? ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സാരിയുണ്ട്.